ഇനി ബയോട്ട്-സവാർട്സ് ലോ ആണ് പറയുന്നത്. ബയോട്ട്-സവാർട്സ് ലോ പറയുന്നതിന് മുമ്പ് എന്താണ് സ്റ്റഡി കറൻസ് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകും. ഓക്കെ, സ്റ്റഡി കറൻസ്. അപ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, അതായത് ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ചാർജ് ക്യൂ, ഇഫ് എ ചാർജ് ഈസ് സ്റ്റേഷനറി, അതിന് അറൗണ്ടായിട്ട് നമുക്ക് എന്ത് എക്സ്പീരിയൻസ് ചെയ്യാം? വി ക്യാൻ എക്സ്പീരിയൻസ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഇലക്ട്രിക് ഫീൽഡ്. കോൺസ്റ്റൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്നല്ല. ഓക്കെ, അതായത് നിങ്ങൾ ഈ പർട്ടിക്കുലർ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇപ്പോൾ മെഷർ ചെയ്താലും ആഫ്റ്റർ സം ടൈം മെഷർ ചെയ്താലും സെയിം ആയിരിക്കും അല്ലേ? അതായത് ഈ അറ്റ് എ ടൈം T1-ഉം ഈ അറ്റ് എ ടൈം T2-ഉം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് കോൺസ്റ്റൻറ്റ് ഫീൽഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർ ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു ഫീൽഡ് ഉണ്ടാക്കും. അതാണ്, അങ്ങനെയാണ് നമ്മൾ എന്തിനെക്കുറിച്ച് പഠിച്ചത്? നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് പറഞ്ഞു. ഓക്കെ, ഇനി അതേപോലെ നോക്കിയാൽ സ്റ്റഡി കറൻസ്. എന്താണ് സ്റ്റഡി കറണ്ട് എന്ന് നമ്മൾ പറയാം. സ്റ്റഡി കറൻസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ദേ പ്രൊഡ്യൂസ് കോൺസ്റ്റൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് അതായത് ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടൈമിനനുസരിച്ച് വേരി ചെയ്യാത്ത ഒരു മാഗ്നറ്റിക് ഫീൽഡ് ബി ജനറേറ്റ് ചെയ്യാൻ ആർക്ക് പറ്റും? സ്റ്റഡി കറൻസിന് പറ്റും. അപ്പം സ്റ്റഡി കറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിൻ്റെ കണ്ടിന്യൂസ് ഫ്ലോ, കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ കണ്ടിന്യൂസ് ഫ്ലോ ആണ്. ഓക്കെ, എനിവേ എന്താണ് ആ സ്റ്റഡി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഈ അങ്ങനെ സ്റ്റഡി കറൻസ് ഉണ്ടാക്കുന്ന കോൺസ്റ്റൻറ്റ് മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കുന്നതാണ് എവിടെ നമ്മൾ പറയുന്ന മാഗ്നറ്റോസ്റ്റാറ്റിക്സ്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് എന്നുദ്ദേശിക്കുന്നത് ആക്ച്വലി സ്റ്റേഷനറി ഫീൽഡുകൾ ഓർ സ്റ്റാറ്റിക് ഫീൽഡ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? വിത്ത് റെസ്പെക്ട് ടു ടൈം ചേഞ്ച് ഉണ്ടാവില്ല, പക്ഷേ പ്ലേസ് ടു പ്ലേസ് മാറുമ്പം മാറും. അതുപോലെ ഇലക്ട്രിക് ചാർജിൻ്റെ കേസിലെടുത്താൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ കേസിലെടുത്താലും ഇവിടുത്തെ ഫീൽഡും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും, പക്ഷേ ടൈമിൽ അതെന്ത് ചെയ്യും? കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നതായിരിക്കും. അപ്പം ഇതാണ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നമുക്ക് നോക്കാം സ്റ്റഡി കറൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ സ്റ്റഡി കറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഫ്ലോ, അതായത് കറണ്ട് എന്ന് പറഞ്ഞാൽ സിംപിളി ചാർജിൻ്റെ ഫ്ലോ ആണ്, ചാർജ് ഫ്ലോ ആണ്. ഓക്കെ, ദാറ്റ് ഫ്ലോ മസ്റ്റ് ബി കണ്ടിന്യൂസ്. ഓക്കെ, അതൊരു കണ്ടിന്യൂസ് ഫ്ലോ ആയിരിക്കണം. ആൻഡ് ഗോയിങ് ഫോർ എവർ. ഓക്കെ, ഗോയിങ് ഫോർ എവർ ആൻഡ് വിത്തൗട്ട് any accumulation of charges. ഓക്കെ, അപ്പം അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഫോർ എവർ അതിനകത്തുണ്ടാവുന്ന ഒരു ചാർജ് ഫ്ലോയാണ് നമ്മൾ സ്റ്റഡി കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ നിങ്ങൾക്ക് കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തായിരിക്കും? അതിനകത്ത് ചാർജ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യണം ആൻഡ് ഫോർ എവർ ഫ്ലോ ചെയ്യണം. ഓക്കെ, ദെൻ മാത്രമല്ല അതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ്, ദർ ഷുഡ് നോട്ട് ബി എനി അക്യുമുലേഷൻ ഓർ പൈലിംഗ് അപ്പ് ഓഫ് ചാർജസ്. അതായത് ഇവിടെ നിങ്ങൾക്ക് ചാർജസ് അക്യുമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒരു കറണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുന്നു. ആ ക്രോസ് സെക്ഷനകത്ത് എത്ര എമൗണ്ട് ഓഫ് ചാർജ് ഉണ്ടെന്ന് നോക്കി. അപ്പോൾ ഒരു ലൈൻ കറണ്ട് ആണെങ്കിൽ നമുക്കറിയാം ആ ലെങ്ത്തിനകത്ത് എത്ര ചാർജ് ഉണ്ട്. സേ ഇറ്റ് ഈസ് എ എമൗണ്ട് ക്യൂ. ഓക്കെ, ദെൻ ഇവിടെ വന്ന് നോക്കിയപ്പോഴും അതേ ക്രോസ് സെക്ഷൻ, അതേ ലെങ്ത്ത് ഇവിടെ വന്ന് നോക്കിയപ്പോഴും ക്യൂ എമൗണ്ട് ഉണ്ട്. അങ്ങനെ ഏത് ഈക്വൽ ക്രോസ് സെക്ഷൻ എടുത്താലും എന്തായിരിക്കും? ക്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് പെർ ലെങ്ത്ത് ഓർ പെർ യൂണിറ്റ് ഏരിയ ഓർ ഇൻ യൂണിറ്റ് വോളിയം. അപ്പം സിംപ്ലി പറഞ്ഞാൽ അതെന്താണ്? ക്യൂ ബൈ വോളിയം, അല്ലെങ്കിൽ അതെന്താണോ ഡയമെൻഷൻ. സിംപ്ലി പറഞ്ഞാൽ ചാർജ് ഡെൻസിറ്റി എന്തായിരിക്കും? ചാർജ് ഡെൻസിറ്റി വിൽ ബി എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, റോ എന്ത് ചെയ്യില്ല? മാറില്ല വിത്ത് റെസ്പെക്ട് ടു ടൈം. പക്ഷേ ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്? ചാർജ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടുന്ന് ഒരു ചാർജ് പുറത്തേക്ക് പോകുമ്പോൾ അതേ എമൗണ്ടിലുള്ള ചാർജ്, ഇവിടുന്ന് ഒരു യൂണിറ്റ് ചാർജ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അകത്തേക്ക് എന്ത് വേണം? ഒരു യൂണിറ്റ് ചാർജ് തന്നെ വരണം. അപ്പോൾ ഇവിടുന്ന് ഒരെണ്ണം പോകുന്നു, ഇവിടെ രണ്ടെണ്ണം വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ വേറൊരു രീതിയിൽ ആലോചിച്ചാൽ മതി. ഇതിനകത്ത് 4 ബോളുണ്ട്, ഇതിനകത്ത് ഒരു ബോൾ പുറത്തേക്ക് പോയ സമയത്ത് ഇതിനകത്തേക്ക് 2 ബോൾ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നേരത്തെ 4 ആയിരുന്നു, ഇപ്പോൾ എത്രയായി? 4 1 5 എണ്ണമായി.
ദാറ്റ് മീൻസ് അവിടെ എന്ത് ചെയ്യുന്നു, ഒരു അക്യുമുലേഷൻ ഓഫ് ചാർജ് ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ ചാർജ് അക്യുമുലേറ്റഡ് ആവുന്നു അല്ലെങ്കിൽ റോ എന്ന് പറയുന്ന ചാർജ് ഡെൻസിറ്റി വേരി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ വി കനോട്ട് കോൾ ഇറ്റ് ആസ് എ സ്റ്റഡി കറണ്ട്. ഓക്കെ, അവിടെ നമ്മൾ എന്ത് പറയേണ്ടി വരും? ഓക്കെ ഓക്കെ ഇറ്റ് ഈസ് ഇനി സ്റ്റഡി ആവണം എന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? സ്റ്റഡി ആവണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൈലിംഗ് അപ്പ് ഓഫ് ചാർജസ് ഉണ്ടാവില്ല. റോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈസ് എ കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം റോ ബൈ ഡോ ടി. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ടൈം അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇതാണ് എന്തിൻ്റെ പ്രോപ്പർട്ടി? ഒരു സ്റ്റഡി കറൻറ്റിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ചാർജ് ഡെൻസിറ്റി വിൽ ബി എ കോൺസ്റ്റൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, നേരത്തെ പഠിച്ച ഒരു കാര്യത്തിലേക്ക് പോയിട്ട് നമുക്കൊന്ന് തിരിച്ചു വരാം. നേരത്തെ നമ്മൾ ഒരു വോളിയത്തിലൂടെ കറണ്ട് പോകുമ്പോൾ ടോട്ടൽ കറണ്ട് ഐ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ 3 കേസ് പഠിച്ചിരുന്നു. ത്രൂ എ ലൈൻ, ത്രൂ ആൻ ഏരിയ ആൻഡ് ത്രൂ എ വോളിയം. കറണ്ട് പോകുന്ന സമയത്തുള്ള കറണ്ട് ഡെൻസിറ്റീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. അന്നേരം വോളിയം കറണ്ട് ഡെൻസിറ്റി പറഞ്ഞ സമയത്താണ് നമ്മൾ J.dA നമ്മൾ കണ്ടുപിടിച്ചു ഓവർ എ സർഫസ്. ഓക്കെ, ഐ ഈസ് ഈക്വൽ ടു ഇങ്ങനൊരു ഡെഫിനിഷൻ നമ്മൾ ഉണ്ടാക്കി. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ നിങ്ങളിങ്ങനെ അസ്യൂം ചെയ്യുക, യു ഹാവ് എ വോളിയം. ഓക്കെ, അപ്പോൾ ഈ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർഫസിലൂടെ ഒരു സർഫസ് എടുത്താൽ ആ സർഫസിലൂടെ ക്രോസ് ചെയ്ത് പോകുന്ന പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സർഫസ് ആയിരിക്കണം ആ ഡി എ കാണിക്കുന്നത്, ഡോട്ട് പ്രോഡക്റ്റ് കാണിക്കുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സർഫസ്. ആ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സർഫസിലൂടെ കറണ്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കറണ്ട് ഡെൻസിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ കറണ്ട് ആ ഏരിയയിലൂടെ എത്ര പോകുന്നു എന്ന് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇനി വിചാരിക്കാം നിങ്ങൾക്കൊരു ആർബിട്രറി വോളിയം ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ആർബിട്രറി വോളിയം ആകുമ്പോൾ ദെയർ ക്യാൻ ബി ഇൻഫ്ലോ ആൻഡ് ഔട്ട് ഫ്ലോ. ഓക്കെ, അത് ഇൻഫ്ലോ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. ഓക്കെ, ഇൻഫ്ലോയും ഔട്ട് ഫ്ലോയും പല ഡയറക്ഷനിലൊക്കെ ഉണ്ടാവാം. ഒരു കോൺസ്റ്റൻറ്റ് ഡയറക്ഷൻ ആവണമെന്നൊന്നും നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ കറണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ടോട്ടൽ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഓവർ ദിസ് സർഫസ് ഇവിടെ ഒരു വോളിയം ഉണ്ടെങ്കിൽ ആ ടോട്ടൽ വോളിയത്തിലൂടെ പോകുന്ന കറണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വിചാരിക്കുക, ഒരു ക്യൂബ് ആണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ക്യൂബ് ആകുമ്പോൾ 6 ഫേസസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാ ഫേസും കൂടെ കൺസിഡർ ചെയ്തിട്ട് ടോട്ടൽ സർഫസിലൂടെ, ഓക്കെ, ടോട്ടൽ ചാർജ് പെർ ടൈം ലീവിങ് ദ വോളിയം. ഓക്കെ, നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്? ടോട്ടൽ ചാർജ് പെർ ടൈം. ഓക്കെ, സിംപിളി അതെന്താണ്? ടോട്ടൽ ചാർജ് പെർ ടൈം എന്ന് എഴുതാം. ചാർജ് പെർ ടൈം, ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ദ കറണ്ട്. ഓക്കെ, ടോട്ടൽ ചാർജ് പെർ ടൈം ലീവിങ് ദ വോളിയം കാൽക്കുലേറ്റ് ചെയ്യണം. ലീവിങ് ദ വോളിയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്നത് ഈ ഒരു സർഫസ് മാത്രമാണെങ്കിൽ, നമ്മൾ ഇനി ഒരു വോളിയത്തിലൂടെ ടോട്ടൽ എടുക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഇതൊരു സിലിണ്ടർ ആണെങ്കിൽ സിലിണ്ടറിൻ്റെ ഈ സർഫസ്, ഈ കർവ്ഡ് സർഫസ്, ടോട്ടൽ സർഫസിലൂടെ ചെയ്താൽ മതിയായിരിക്കും. അതായത് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഡു എ ക്ലോസ്ഡ് സർഫസിലൂടെ, ആ വോളിയം എൻക്ലോസ് ചെയ്യുന്ന ടോട്ടൽ സർഫസിലൂടെയുള്ള എന്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി? ഈ J.dA കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ വി ക്യാൻ റൈറ്റ് J.dA. അപ്പോൾ ഒരു സർഫസ് ഇൻറ്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് സർഫസ് J.dA എന്ന് എഴുതാൻ പറ്റും. അപ്പം ഇവിടെ നമുക്കറിയാം ഒരു സർഫസ് ഇൻറ്റഗ്രലാണ്. ഓക്കെ, ഇതൊരു J.dA ഫോം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ഫ്ലെക്സ്. നമുക്കിതിനെ ഡൈവേർജൻസ് തിയറം ഉപയോഗിച്ചിട്ട് എന്തായിട്ട് എഴുതാം? വി ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ വോളിയം ഇൻറ്റഗ്രൽ V, ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് J d tau എന്നാക്കി മാറ്റാം. ഇത് നമ്മൾ ഉപയോഗിച്ചത് ഡൈവേർജൻസ് തിയറമാണ്. അപ്പം ഡൈവേർജൻസ് തിയറം ഉപയോഗിച്ച് ഇതിനെ ഇൻറ്റഗ്രൽ ഓവർ V ഡെൽ ഡോട്ട് J d tau എന്നെനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊന്ന് നോക്കാം. സോ നമുക്ക് ഈ സൈഡ് എന്തായിട്ട് മാറി? അല്ലെങ്കിൽ I എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ ഡെൽ ഡോട്ട് J d tau എന്നായിട്ട് മാറി. അപ്പം ഇവിടെ നിങ്ങൾക്ക് നോക്കിയൊരു കാര്യം, ഈ ഡെൽ ഡോട്ട് J എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ആക്ച്വലി ഡെൽ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? വി കോൾ ഇറ്റ് ആസ് ഡൈവേർജൻസ് അല്ലേ? അപ്പോൾ ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി വേറൊരു രീതിയിൽ ചിന്തിക്കാം. നമ്മൾ ഡൈവേർജൻസ് പറഞ്ഞ സമയത്തും നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് സർഫസിലൂടെ കുറച്ച് ഫ്ലോ ഔട്ട്വേർഡ് ഉണ്ട്. നിങ്ങൾ അതറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഫ്ലക്സ്. ഓക്കെ, അതായത് ഇവിടെ നിങ്ങളൊരു ഏരിയ കൺസിഡർ ചെയ്യുന്നു, അതിനകത്തൂടെ എത്ര പോകുന്നുണ്ട്, എത്ര ഫ്ലോ ഉണ്ട്, ഇവിടെ നിങ്ങൾ എത്ര പോകുന്നുണ്ട്, ഇവിടെ നിങ്ങൾ എത്ര പോകുന്നുണ്ട്, ഇത് മൊത്തം ഓരോ സർഫസിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം ടോട്ടലി ഡൈവേർജ് ചെയ്യുന്നത്, ഇവിടെ ഏതെങ്കിലുമൊക്കെ സോഴ്സസ് ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ടോട്ടലി ഡൈവേർജ് ചെയ്യുന്നത് എത്രയുണ്ട് എന്ന് കണക്കൂട്ടിയാൽ മതി. ഇത് നമ്മൾ ഡൈവേർജൻസ് തിയറം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടുത്തെ മീനിങ്. ഓക്കെ, എത്ര കറണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതേ കാര്യത്തിന് നമുക്ക് വേറൊരു രീതിയിൽ നോക്കാം. അപ്പോൾ ഇത് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്? ഡൈവേർജ് ചെയ്ത്, ഇപ്പോൾ നിങ്ങൾക്കൊരു വോളിയം ഉണ്ട്, ആ വോളിയത്തിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന കറണ്ടാണ്.
ആ കറണ്ട് ഡെൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ കറണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻ്റഗ്രൽ ആകുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തായിരിക്കും വിത്ത് റെസ്പെക്ട് ടു, അപ്പം കറണ്ട് ഇങ്ങനെ പുറത്ത്, ഇപ്പോൾ ഇങ്ങനെ വിചാരിക്കുക, കറണ്ട് എന്ന് പറഞ്ഞാൽ സിമ്പിളി എന്തായിരിക്കും, ചാർജിൻ്റെ ഫ്ലോ ആയിരിക്കും. അപ്പോൾ ചാർജ് എന്ത് ചെയ്യുകയാണ്, ഇതിനകത്തുനിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെ പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇതിനകത്ത് എമൗണ്ട് ഓഫ് ചാർജ് കുറയുമല്ലോ. ഓക്കെ, അങ്ങനെ എമൗണ്ട് ഓഫ് ചാർജ് കുറയുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെ ചാർജ് ഡെൻസിറ്റി എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഈ പുറത്തേക്ക് വന്ന ചാർജ് എന്ന് പറയുന്നത് ഇതിനകത്തുണ്ടായിരുന്ന ചാർജുകളാണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് പോകുന്നതനുസരിച്ച് ഇവിടുത്തെ റോ എന്ത് ചെയ്യും, കുറഞ്ഞു വരും. അല്ലെങ്കിൽ ഇവിടെ എത്ര കുറയുന്നോ അതാണ് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് ഡൈവേർജ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റഗ്രൽ ഓവർ വി ഡെൽ ഡോട്ട് ജെ ഡി ടോ എന്ന് പറയുന്നത് എന്താണ്, ഇതിനകത്ത് കുറയുന്ന കറണ്ടാണ്. ആൻഡ് ദാറ്റ് ഈസ് ആ കറണ്ട് എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് എന്താക്കണം, കറണ്ട് ചാർജ് ഡെൻസിറ്റിയാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അതിനെ കറണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് കറണ്ട് ആണല്ലോ. അപ്പം ഈ ചാർജ് ഡെൻസിറ്റിയെ കറണ്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിനെ ചാർജ് ആക്കണം. സോ ഐ മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് ഡി ടോ. അപ്പോൾ ഇതെന്തായി, റോ ഡി ടോ, ദാറ്റ് ഈസ് ചാർജ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ ടേക്കിംഗ് എ ഡി ബൈ ഡി ടി. അപ്പോൾ എന്തായി, ഡി ബൈ ഡി ടി ഓഫ് റോ ഡി ടോ എന്ന് വെച്ചാൽ ഡി ക്യൂ ബൈ ഡി ടി തന്നെയാണ്. അതിനകത്തുനിന്ന് എത്ര ചാർജ് പുറത്തേക്ക് വരുന്നു. ഇനി അത് പലയിടത്തുനിന്ന് വരുന്നുണ്ടാവാം. അതുകൊണ്ട് നമ്മൾ ഓവർ ദാറ്റ് വോളിയം നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതായത് ഇവിടെ ഒരു വോളിയം എടുത്തിട്ട് മാത്രം നോക്കിയാൽ പോരാ. അതാണ് ഈ റോ ഡീട്ടോ എന്ന് പറയുന്നത്. ഇവിടെ ഹോൾ ബോഡിയിലുള്ള റോ ഡീട്ടോസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ വി ഡെൽ ഡോട്ട് ജെ ഡീട്ടോ എന്ന് പറയുന്നത് മൈനസ് റോ ഡീട്ടോ ഓഫ് അല്ലെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് മൈനസ് റോ ഡീട്ടോ ഇൻ്റഗ്രൽ ഓവർ വി എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ മൈനസ് സൈൻ എവിടെ നിന്ന് വന്നതാണ്, ഈ പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് ഫ്ലോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കറണ്ട് പോകുന്നതനുസരിച്ച് അകത്തെ ചാർജ് ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു, കുറയുന്നു എന്ന് കാണിക്കലാണ് ഈ നെഗറ്റീവ് സൈൻ്റെ ഉദ്ദേശം. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിതിനകത്ത് നോക്കാം, ഇപ്പോൾ ഇത്രയും പാർട്ട് ആ വോളിയം ഇൻ്റഗ്രൽ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെ എടുത്താൽ എന്ത് വരും, ഡെൽ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു മൈനസ് സം ഡോ റോ ബൈ ഡോ ടി എന്നെനിക്ക് എഴുതാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് കോൾഡ് ദ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഓക്കെ, അതായത് ഒരിടത്തു നിന്ന് പോകുന്ന ചാർജാണ് മറ്റൊരിടത്ത് ഡൈവേർജ് ചെയ്ത് വരുന്നത് എന്ന് കാണിക്കുന്ന ഇക്വേഷനാണ് ദിസ് ഡെൽ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ റോ ബൈ ഡോ ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് എന്തായിരുന്നു, സ്റ്റഡി കറണ്ടിൻ്റെ കേസിൽ എന്താണ് പ്രത്യേകത, ഈ ഡോ റോ ബൈ ഡോ ടി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം സോ ഒരു സ്റ്റഡി കറണ്ടിൻ്റെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ ഡെൽ ഡോട്ട് ജെ എന്ന് പറയുന്നത് എന്തായിരിക്കും, വിൽ ബി 0. ഓക്കെ, ഇതും എന്തിൻ്റെ കേസാണ്, ദിസ് ഈസ് ഓൾസോ ദ കേസ് ഓഫ് എ സ്റ്റഡി കറണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പറഞ്ഞതുമായിട്ട് കറക്റ്റ് മനസ്സിലാവുന്ന സാധനമാണ്. അതായത് നിങ്ങൾക്ക് ഇങ്ങനൊരു സ്ഥലമുണ്ട്, നിങ്ങൾ ഇത്രയും ഏരിയ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഡെൽ ഡോട്ട് ജെ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഡൈവേർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡൈവേർജൻസ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനകത്തോട്ടും നെറ്റ് എമൗണ്ട് നോക്കുമ്പോൾ അകത്തേക്കും വരുന്നില്ല പുറത്തേക്കും പോകുന്നില്ല. ഓക്കെ, അങ്ങനെ അകത്തേക്കും വരുന്നില്ല ടോട്ടൽ എടുക്കുമ്പോൾ, ഓക്കെ, അകത്തേക്കും വരുന്നില്ല പുറത്തേക്കും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അകത്തേക്ക് വരുന്ന അത്രയും എമൗണ്ട് തന്നെ പുറത്തേക്ക് പോകുന്നു എന്നും അർത്ഥമുണ്ട്. എത്ര കൺവേർജ് ചെയ്യുന്നോ അത്രയും തന്നെ ഡൈവേർജ് ചെയ്താലും ഈ ഡെൽ ഡോട്ട് ജെയുടെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ സ്റ്റഡി കറണ്ടിൻ്റെ കേസിൽ അതാണ് സംഭവിക്കുക. നിങ്ങൾ എത്ര ചാർജ് ആ ഒരു സെക്ഷൻ ഓഫ് ഏരിയയിലേക്ക് അല്ലെങ്കിൽ റീജിയനിലേക്ക് വരുന്നു അത്രയും തന്നെ പുറത്തോട്ട് പോകുന്നുണ്ടാവും. അങ്ങനെ പുറത്തോട്ട് പോകുന്നതുകൊണ്ടാണ് അവിടെ എന്തില്ലാത്തത്, ദർ ഈസ് നോ പൈലിംഗ് അപ്പ് ഓഫ് ചാർജസ്. അല്ലെങ്കിൽ നേരെ തിരിച്ച് പൈലിംഗ് അപ്പ് ഓഫ് ചാർജസ് ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് അക്യുമുലേഷൻ ഓഫ് ചാർജ് ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെൽ ഡോട്ട് ജെ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. അപ്പം ഇത്തരത്തിലുള്ള കറണ്ടുകളെ കുറിച്ചായിരിക്കും നമ്മൾ എവിടെ ഡീൽ ചെയ്യുക, നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുക. അതായത് വെൻ എ കറണ്ട് ഐ ഫ്ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കുക, ദാറ്റ് ഈസ് എ സ്റ്റഡി കറണ്ട്. അപ്പോൾ ഇനി മനസ്സിലാക്കുക, ഈ സ്റ്റഡി കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്ന ഒരു ഐഡിയൽ കൺസെപ്റ്റാണ്. ഓക്കെ, ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഐഡിയൽ ആയിട്ടുള്ള കറണ്ട് ഇല്ല, വേരിയേഷൻസ് ഉണ്ടാവും. അപ്പം നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് എന്താണ്, അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് പല കേസുകളെയും എന്തായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം, വി ക്യാൻ അപ്രോക്സിമേറ്റ് മെനി കറണ്ട്സ് ആസ് സ്റ്റഡി കറണ്ട്. ഓക്കെ, അപ്പം അതിനകത്ത് ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ AC ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നമുക്കറിയാം,
ഓരോ നമ്മുടെ വീട്ടിൽ ഹൗസ് ഹോൾഡ് എ സി ആണെങ്കിൽ 50 ഹെർട്സ് ആണ്. ഓരോ സെക്കൻഡിലും അതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്ന കറണ്ടാണ്. ഈവൻ അതിനെ പോലും നമ്മൾ എന്തായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാറുണ്ട്? സ്റ്റഡി കറണ്ടായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റഡി കറണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റഡി കറണ്ട് ഒരു സ്ഥലത്തൂടെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അത് കാരണമുണ്ടാവുന്ന ഫീൽഡ് എന്താണ്, അത് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്നുള്ളതാണ് എവിടെ പറയുന്നത്? ബയോട്ട്-സവാർട്സ് ലോയിൽ പറയുന്നത്. സോ ഇനി നമുക്ക് ബയോട്ട്-സവാർട്സ് ലോ നോക്കാം. ഓക്കെ, അതായത് ബയോട്ട്-സവാർട്സ് ലോ അല്ലെങ്കിൽ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ steady current. Okay, അപ്പോൾ നമ്മളിങ്ങനെ അസ്യൂം ചെയ്യുക, നമ്മൾ നമുക്കൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ട്, സം ആർബിട്രറി ഷേപ്പ്. ഓക്കെ, ഒരു ലൂപ്പായിട്ട് തന്നെ നമുക്ക് വേണം എടുക്കാം, സംതിങ് ലൈക്ക് ദിസ്. അപ്പോൾ ഇതിനകത്തൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കറണ്ട്, ഒരു സ്റ്റഡി കറണ്ട്. ഇനി സ്റ്റഡി എന്നെടുത്ത് പറയില്ല നമ്മൾ, ഒരു കറണ്ട് ഐ ഫ്ലോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഐ കാരണം ചെറുതാക്കി വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു ഷേപ്പ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിനകത്തൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്റ്റഡി കറണ്ട് ഐ ഫ്ലോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ദിസ് പോയിൻ്റ് ഈസ്, അപ്പോൾ ഇതാണെന്ത്? നമ്മളുടെ സോഴ്സ്. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന സോഴ്സ് എന്ന് പറയുന്നത് ഈ സ്റ്റഡി കറണ്ടിൻ്റെ ലൂപ്പാണ്. ഓക്കെ, അപ്പം അത് കാരണം ഒരു ഫീൽഡ് ഉണ്ടാകുന്ന സ്ഥലമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനെ നമ്മൾ എന്ത് വിളിക്കും? വി കോൾ ഇറ്റ് ആസ് എ ഫീൽഡ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫീൽഡാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ലെറ്റ് ദാറ്റ് പോയിന്റ് ബി പി എന്നോ എന്തെങ്കിലും എടുക്കാം, നമ്മൾ തൽക്കാലം അങ്ങനെ വിളിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഫീൽഡ് പോയിൻറ്റിന് ഒരു വെക്ടർ ഉണ്ട്, നമുക്കറിയാം. അതിനെ നമ്മൾ എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നു? റെപ്രസെൻറ്റിങ് ഇറ്റ് ആസ് ആർ. ഓക്കെ, യൂഷ്വലി നമ്മൾ ഈ ആറാണ് ഉപയോഗിക്കുക, ഗ്രിഫിത്തിലെ നൊട്ടേഷൻ അനുസരിച്ച് ഈ ആറാണ്. അപ്പം ഇതെന്താണ്? ഈ പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടറാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പോയിൻറ്റിൽ ഈ കറണ്ട് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷനാണ് നോക്കുന്നത്. ഓക്കെ, ആ എക്സ്പ്രഷൻ ഞാൻ അങ്ങ് എഴുതിയിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ദാറ്റ് ഈസ് ഈ പോയിൻറ്റിലെ ദാറ്റ് ഈസ് ബി ഓഫ് ആർ ഈസ് ഈക്വൽ ടു, ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി which is equal to mu 0 by 4 pi into integral I cross r cap. r എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ആറിന് ക്യാപിറ്റൽ ആർ ഉപയോഗിക്കുകയാണ്. കേർലി ആറിന് പകരം നമ്മൾ നേരത്തെ അങ്ങനെ യൂസ് ചെയ്ത് ശീലിച്ചത്, ഞാൻ യൂസ് ചെയ്യുന്ന അങ്ങനെയാണ്. നിങ്ങൾ ടെക്സ്റ്റ് നോക്കുമ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി. ഓക്കെ, ഇൻറ്റു ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി എൽ ഡാഷ്. ഓക്കെ, അപ്പം ഇതിനെ ഞാൻ ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ആണ്. എന്തുകൊണ്ടാണ് മോഡിഫൈ എന്നൊക്കെ നമുക്ക് നോക്കാം. mu 0 I by 4 pi ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എൽ ക്രോസ് ആർ ക്യാപ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണെന്ത്? നമ്മുടെ ബി ഓഫ് ആർ. ഓക്കെ, അപ്പം റൈറ്റ് സൈഡും വെക്ടറാണ്, ലെഫ്റ്റ് സൈഡും വെക്ടറാണ്, നോ പ്രോബ്ലം. അപ്പം ബി ഓഫ് ആർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ പോയിൻറ്റിനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ പോയിൻറ്റ് ആർ എന്നാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? വി ക്യാൻ കൺസിഡർ എ സർട്ടൻ ലൈൻ എലമെൻറ്റ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഈ ലൂപ്പ് കംപ്ലീറ്റ്ലി കാരണമുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു സർട്ടൻ ലൈൻ എലമെൻറ്റ് എടുക്കുന്നു. ഓക്കെ, ഈ ലൈൻ എലമെൻറ്റിൽ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യുന്നു? ഈ ഒരു ഡയറക്ഷൻ. അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ്ലി ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് എനിക്ക് എടുക്കാം, വെൻ ഇറ്റ് ഈസ് വെരി സ്മോൾ. ഓക്കെ, ഇൻഫിനിറ്റെസിമലി സ്മോൾ ആകുമ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. ഇനി വാട്ട് ഈസ് ദിസ് ക്യാപിറ്റൽ ആർ? ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ സോഴ്സിൽ നിന്ന്, ഇപ്പോഴത്തെ സോഴ്സ് ഏതാണ്? നമ്മുടെ ഈ കാണുന്ന പാർട്ടാണ്. ഈ സോഴ്സിൽ നിന്ന് ഫീൽഡ് പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? നമ്മൾ ഈ ആർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അപ്പം ആർ ഇവിടെ, സോ ദിസ് ഈസ് ദ ആർ. ഓക്കെ, ഫീൽഡ് പോയിൻറ്റിൽ നിന്ന് ഇതാണ് ഫീൽഡ് പോയിൻ്റ്. ഫീൽഡ് പോയിൻറ്റിൽ നിന്ന് സോഴ്സ് വരെയുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് ക്യാപിറ്റൽ ആർ വെക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കാരണമുള്ള ഇൻ്റഗ്രൽ അങ്ങ് മാറ്റുന്നു. അപ്പം ഈ ഒരു ലൈൻ എലമെൻറ്റ് കാരണമുള്ള ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഐ ക്രോസ് ആർ ക്യാപ്പ്. ആർ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യൂണിറ്റ് വെക്റ്റർ ഡിവൈഡഡ് ബൈ ദാറ്റ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ ഇൻ ടു ആ ലൈൻ എലമെൻറ്റിൻ്റെ ലെങ്ത് ഡി എൽ
ഡാഷ്. ഓക്കെ, ആ ലെങ്ത്തിനെ നമ്മൾ ഡി എൽ ഡാഷ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ ഡി എൽ ഡാഷ്. അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ ഐ ക്രോസ് ആർ എന്നെടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലോ പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട് μ0/4π. അപ്പം ഈ സ്ഥലത്തുള്ള ഈ ഒരു ചെറിയ ലൈൻ എലമെൻറ്റ് കാരണമുള്ള ഡി ബി എന്ന് പറയുന്നൊരു ഫീൽഡാണ് ആര് തരുന്നത്, ഈ എക്സ്പ്രഷൻ തരുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇത് മാത്രം പോരാ, ഇതെന്ന് പറയുന്നത് ഈ ലൈൻ എലമെൻറ്റ് കാരണമുള്ളതേ ആയുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻ ടു ദിസ് കറണ്ട് ഇൻ ടു ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഇങ്ങനെ വീണ്ടും വീണ്ടും ഡിവൈഡ് ചെയ്ത് പോവാം. അപ്പോൾ അത് ഓരോന്ന് ഡിവൈഡ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു കാൽക്കുലേറ്റ് അത് കാരണമുള്ള ഫീൽഡുകൾ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്ത് സം ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ നമുക്കൊരു നമ്മൾ നേരത്തെ കണ്ടുണ്ട് ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ചെറിയ ഡീറ്റോ കാരണമുള്ള ഫീൽഡ് കണ്ടുപിടിക്കുന്നു, ദെൻ അടുത്തുള്ള കാരണമുള്ള കണ്ടുപിടിക്കുന്നു, അടുത്ത കാരണമുള്ള കണ്ടുപിടിക്കുന്നു, അടുത്ത കാരണം. സോ ഇത് സമ്മപ്പ് ചെയ്യുന്നത് പോലെ, ഓക്കെ, സിമിലർ ടു ദാറ്റ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഈ ഡി ബി കണ്ടുപിടിക്കുന്നു. നമ്മൾ ഇനി ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, വി ക്യാൻ ഇൻ്റഗ്രേറ്റ് ദിസ് എക്സ്പ്രഷൻ that is μ0/4π, that is a constant, into I cross R divided by R square into dl. ഓക്കെ, ഇവിടെ ഡി എല്ലിന് വെക്ടർ നേച്ചർ കൊടുത്തിട്ടില്ല, ബട്ട് I is the vector. ഓക്കെ, ഇനി നമുക്ക് ഓൾറെഡി അറിയാം I എന്ന് പറയുന്നത് നമ്മുടെ കറണ്ടാണ്. കറണ്ടിനെ നമ്മൾ യൂഷ്വലി വെക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് നമ്മൾ മാത്രമല്ല ഇതൊരു സ്റ്റഡി കറണ്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ വെക്ടർ നേച്ചർ നമ്മൾ നേരത്തെ ഇത് ചെയ്തിട്ടുള്ളതാണ്. ഈ വെക്ടർ നേച്ചർ ആർക്ക് കൊടുക്കാം, വി ക്യാൻ ട്രാൻസ്ഫർ ഇറ്റ് ഇൻ ടു ദിസ് ഡി എൽ ആൻഡ് ഈ ഐ എന്ത് ചെയ്യാം, ഒരു സ്കെയിലാറായിട്ട് പുറത്തെടുക്കാം. സോ μ0I/4π ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എൽ എന്തായി, ഡി എൽ ക്രോസ് ആർ. ഓക്കെ, ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഡി എൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐ എന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷൻ എന്താണ്, ആ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ എന്തോ അതാണ് നമ്മൾ ഐയുടെ ആ ഒരു സ്ഥലത്തെ ഡയറക്ഷൻ. ഇപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഇവിടെ ഇങ്ങോട്ടാണെങ്കിൽ ഓക്കെ, ഇവിടെ വരുമ്പം ഐയുടെ ഡയറക്ഷൻ ഇങ്ങനെയാവും, ഇവിടെ വരുമ്പോൾ ഇങ്ങനെയാവും. അപ്പോൾ നമ്മൾ ലൈൻ എലമെൻറ്റ് എടുക്കുന്നത് ഡി എൽ ആണെങ്കിൽ ഡി എല്ലിൻ്റെ ഡയറക്ഷനും എങ്ങനെ തന്നെ എടുക്കും, കറണ്ട് പോകുന്ന അതേ ഡയറക്ഷൻ എടുക്കും. സോ ഡി എൽ ക്രോസ് ആർ ക്യാപ്പാണ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതിനെ നമുക്ക് വീണ്ടും വേണേൽ മോഡിഫൈ ചെയ്യാം. എങ്ങനെ, നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് μ0I/4π ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എൽ ക്രോസ് ആർ. അപ്പോൾ ഇത് ആർ ക്യാപ്പിന് പകരം ആർ ആയെങ്കിൽ ഇതെന്താക്കിയാൽ മതി, ആർ ക്യൂബ് ആക്കിയാൽ മതി. ഇതൊക്കെ നമ്മൾ നേരത്തെ, അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ദ ബയോട്ട്-സവാർട്സ് ലോ. ഇനി ഇൻ്റഗ്രൽ അപ്പോൾ ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം, ഇവിടുത്തെ ഈ ഓരോ പീസുകൾ എടുത്തിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, എന്ന് വെച്ചാൽ എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ this integral is taken or it is integrated over the path of current. ഓക്കെ, കറണ്ടിൻ്റെ പാത്ത് എന്തോ അതേ ആ പാത്തിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇൻ്റഗ്രേഷൻ പോവുക. അതായത് ഇങ്ങനൊരു ലൈനിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു, ഇത് കാരണമുള്ള ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും. ഏത് ഡയറക്ഷനിലാണോ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇൻ്റഗ്രേഷനും ആ ലൈനിലായിരിക്കും, അതേ പാത്തിലും അതേ ഡയറക്ഷനിലും ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, സോ അതൊരു പാത്ത് ഇൻ്റഗ്രലാണ്. ആ പാത്തിലൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോവുക. സോ ഇത്രേ ഉള്ളൂ അത് ബയോട്ട്-സവാർട്സ് ലോ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് നമുക്കറിയാം പുതിയൊരു കോൺസ്റ്റൻ്റ് ആണ് എന്ത്, μ0 എന്ന് പറയുന്നത്. ദാറ്റ് μ0 ഈസ് കോൾഡ് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. μ0 ആകുമ്പം ഓക്കെ, നമ്മൾ മാറ്ററിനെ കുറിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4π × 10⁻⁷ Nm/A² ആണ്. ആൻഡ് ബി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് Nm/A ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആക്ച്വലി ഒന്നുകിൽ μ0 അറിയണം അല്ലെങ്കിൽ ബിയുടെ അറിയണം. എങ്കിൽ ബിയുടെ അറിയാമെങ്കിൽ μ0 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ μ0 അറിയാമെങ്കിൽ ബിയുടെ. അപ്പോൾ ഇതിനകത്തുനിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെക്കാട്ടും എളുപ്പം നമ്മുടെ ഫോഴ്സ് ലോ ആയിട്ടുള്ള F = Q × V × B ക്കകത്തുനിന്ന് എന്ത് ചെയ്യാം, ബിയുടെ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അത് ഉപയോഗിച്ച് μ0 കാൽക്കുലേറ്റ് ചെയ്യാം ഇഫ് നീഡ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ആൻഡ് ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, 1 യൂണിറ്റ് ഓഫ് 1 Nm/A വി കോൾ ഇറ്റ് ആസ് 1 ടെസ്ല. ഓക്കെ, 1 ടെസ്ല എന്ന് പറയുന്ന യൂണിറ്റ് 1 Nm/A ആണ്. ഓക്കെ, ആൻഡ് there is another unit for magnetic field that is called Gauss. Okay,
ഗോസ് എന്ന് പറയുന്നത് 1 ടെസ്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ടെസ്ല ഈസ് ഈക്വൽ ടു 10⁴ ഗോസ് ആണ്. ഓക്കെ, ചിലപ്പം പ്രോബ്ലത്തിലൊക്കെ ഗോസിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തിലേക്ക് മാറ്റേണ്ടി വരും. കാരണം 1 ടെസ്ല എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വലിയ ഫീൽഡാണ്. ഓക്കെ, അതിനെ നമുക്ക് എപ്പോഴും ഇപ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 0.5 ഗോസേ വരുള്ളൂ. ഓക്കെ, 1 ടെസ്ല എന്നൊക്കെ പറയുന്ന വലിയ നമുക്ക് ഈ MRI മെഷീനകത്തൊക്കെ വരുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ആക്ച്വലി 1 ടെസ്ല എന്നൊക്കെ പറയുന്നത്. സോ ഈ 0.5 ഗോസ് എന്ന് പറയുന്നത്, അപ്പം ഗോസ് എന്ന് പറയുന്ന യൂണിറ്റ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യേണ്ടി വരാം. അല്ലെങ്കിൽ ചെറിയതിനെടുത്ത് റെപ്രസെൻറ്റ് ചെയ്യുമ്പം നമുക്ക് ഗോസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാവും നല്ലത്. ഓക്കെ, സോ SI യൂണിറ്റ് എന്ന് പറയുന്നത് 1 ടെസ്ല തന്നെയാണ്. ഓക്കെ, ന്യൂട്ടൺ പെർ ആംപിയർ മീറ്റർ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബയോട്ട് സവാർട്സ് ലോയെക്കുറിച്ച്. നമുക്ക് ദാറ്റ് ഈസ് BR ഈസ് ഈക്വൽ ടു μ0I/4π ഇൻറ്റു ഇൻ്റഗ്രൽ DL ക്രോസ് R ക്യാപ് ഡിവൈഡഡ് ബൈ R². ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ ഓരോ തരത്തിലുള്ള കറണ്ടുകൾ കാരണവും ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് S ഫ്രം, ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങ് എഴുതിക്കോ, ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് at a distance S from a long straight wire, carrying a steady current I. ഓക്കെ, അപ്പം ഇങ്ങനെ വിചാരിക്കുക, ലെറ്റ് ദിസ് ബി അവർ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ ഇതിനകത്തൂടെ ഒരു I കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ലെറ്റ് ഈ പോയിൻ്റാണ് നമ്മളുടെ ഫീൽഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് പറഞ്ഞത്, ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് S. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പോയിൻ്റ് Pയിൽ ഈ വയർ കാരണം ഉണ്ടാവുന്ന, ഇത് ലോങ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ അതിൻ്റെ ലെങ്ത് ഒക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. അത് എന്താണ് ഇപ്പോൾ സ്പെസിഫൈ ചെയ്യാത്തത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. സോ എനിവേ ഈ പോയിൻറ്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആദ്യം നമ്മൾ നേരത്തെ ഒരു ഡീറ്റോ എടുക്കുന്നത് പോലെ, നമ്മൾ ചാർജിൻ്റെ കേസിൽ ഒരു ഡീറ്റോ നേരത്തെ കഴിഞ്ഞ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ എടുത്ത പോലെ നമ്മളിവിടെ എന്ത് ചെയ്യണം, ഇവിടുത്തെ നമ്മുടെ ഇക്വേഷൻ ഒന്നുകൂടെ നോക്കുക. B of R is equal to μ0I/4π into integral DL cross R cap divided by R². സോ ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, വി ആർ കൺസിഡറിങ് an element of current. ഓക്കെ, ഇവിടെ ഒരു DL എലമെൻറ്റ് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊരു DL എലമെൻ്റാണ്. ഇനി DL എലമെൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി അപ്പോൾ ഈ DL കൺസിഡർ ചെയ്യുന്ന ലൈൻ എലമെൻറ്റിൽ നിന്ന് നമ്മുടെ പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസിനെ അല്ലെങ്കിൽ ആ വെക്ടറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്, R വെക്ടർ, ക്യാപിറ്റൽ R വെക്ടർ എന്ന് വിളിച്ചത്. സോ ദിസ് ഈസ് അവർ ക്യാപിറ്റൽ R വെക്ടർ. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഇക്വേഷനകത്ത് വരുന്ന ഈ R എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ദിസ് ഈസ് DL. അപ്പോൾ കറണ്ട് പോകുന്നത് ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ DLൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, ഞാൻ DL കുറച്ച് വലുതാക്കി വരയ്ക്കുകയാണ്. ആക്ച്വലി അത് വളരെ ചെറുതാണെന്ന് മനസ്സിലാക്കുക, കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തിരി വലുതാക്കുന്നത്. ഓക്കെ, ഇത്തിരിയുടെ റൈറ്റ്. ഓക്കെ, സോ ഇത്ര ഉണ്ടെന്ന് വിചാരിക്കും. വെറുതെ DL ഞാൻ അത്രയും വലുതാക്കി വരച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ DLൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, DLൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഓക്കെ, നമ്മൾ Pയിലെ കറണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് 1-2 കാര്യങ്ങൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കിത് കംപ്ലീറ്റ്ലി വെക്ടറായിട്ട് എഴുതിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ആ മെത്തേഡ് ഫോളോ ചെയ്യുന്നില്ല, കാരണം അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങളുടെ സിലബസ് ടെക്സ്റ്റിലും അത് കുറച്ചുകൂടെ സിമ്പിൾ ഫോമിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എല്ലാ പ്രോബ്ലമൊക്കെ ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമ്മുടെ നമുക്കത്രയും വരുന്നില്ല. കംപ്ലീറ്റ്ലി എല്ലാം നമ്മൾ ഈ R ക്യാപ്പും
അല്ലെങ്കിൽ ആർ വെക്ടറൊക്കെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഒരു ലോങ് കണ്ടക്ടർ കാരണമുള്ള അല്ലെങ്കിൽ ഒരു ഫൈനൈറ്റ് ലെങ്ത്തുള്ള കണ്ടക്ടർ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഇതിനെല്ലാം വെക്ടേഴ്സായിട്ട് എടുത്ത് വരച്ചിട്ട് കാൽക്കുലേറ്റ് ഇത് ഇങ്ങനെ എടുത്ത് ഇതിനെ നമ്മൾ ആർ വെക്ടർ എന്ന് വിളിച്ചിട്ട് ഇത് എസ്, ഓക്കെ, ഇത് എസ് വെക്ടർ ആൻഡ് ദിസ് ഈസ് സം എ വെക്ടർ എന്നോ എന്തെങ്കിലും വിളിച്ചിട്ട് ഇവിടുന്ന് നമ്മൾ ട്രയാങ്കുലർ ലോ ഒക്കെ യൂസ് ചെയ്ത് എഴുതി ആ രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. അതിനേക്കാൾ എളുപ്പം ആക്ച്വലി വേറൊരു രീതിയിൽ നമുക്ക് അല്ലാതെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ആ സിമ്പിളായിട്ടുള്ള ഫോമിലാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലെറ്റ് ദിസ് ആംഗിൾ ബി തീറ്റ, ഇത് തീറ്റ ആണെന്ന് വിചാരിക്കാം, ആൻഡ് ലെറ്റ് ദിസ് ആംഗിൾ ബി ആൽഫ. ഓക്കെ, ഇനി നമുക്കിവിടെ ഇതിൻ്റെ ഡയറക്ഷൻ ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം, പിന്നെ നമുക്ക് മാഗ്നിറ്റ്യൂഡിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമേ ഡയറക്ഷൻ അങ്ങ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, മാഗ്നിറ്റ്യൂഡ് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഡയറക്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ആക്ച്വലി ഈ ബ്രാക്കറ്റിലുള്ള ആരാണ്, ഡി എൽ ക്രോസ് ആർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആർ ക്യാപ്പ് എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, ഡി എൽ ക്രോസ് ആർ ക്യാപ്പ് അല്ലെങ്കിൽ സിംപ്ലി ഡി എൽ ക്രോസ് ആർ. ഓക്കെ, ഡി എൽ ക്രോസ് ആർ എന്ന് എടുത്താലും കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്ക് ഡയറക്ഷൻ പറയാം. അപ്പം ദ ഡയറക്ഷൻ ഓഫ് ബി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദ ഡയറക്ഷൻ ഓഫ് ഡി എൽ ക്രോസ് ആർ. ഓക്കെ, ഇതിൻ്റെ അതേ ഡയറക്ഷൻ തന്നെ ആയിരിക്കും. അപ്പോൾ ഡി എൽ ക്രോസ് ആർ എങ്ങോട്ടായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം ഡി എൽ എന്ന് ഞാൻ ആ ഡി എല്ലിനെ മാത്രം ഒന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നു. സോ ദിസ് ഈസ് ഡി എൽ, കുറച്ചൊന്ന് വലുതാക്കി വരയ്ക്കുന്നു. ആൻഡ് ആർ എന്ന് പറയുന്നത് ഇങ്ങോട്ടിരിക്കും. ഓക്കെ, സോ ഇതിനിടയ്ക്ക് ഡി എൽ എന്ന് പറയുന്ന ഒരു വെക്റ്റർ എ എന്നതിനെ വിളിക്കുന്നു, ലെറ്റ് ഇറ്റ് ബി ബി. ഓക്കെ, അപ്പോൾ എ ക്രോസ് ബി അല്ലെങ്കിൽ ഡി എൽ ക്രോസ് ആറിൻ്റെ ഡയറക്ഷൻ എന്താണ്? ഓക്കെ, ഡി എൽ ക്രോസ് ആറിൻ്റെ ഡയറക്ഷൻ എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് കൊണ്ടുവന്ന് നമ്മൾ കേൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. അപ്പോൾ തമ്പ് എങ്ങോട്ട് പോയിൻ്റ് ചെയ്യും? തമ്പ് വിൽ പോയിൻറ്റ് along this direction. ഓക്കെ, ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആയിരിക്കും എന്ത്? ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ടുവേർഡ്സ് യു. ഓക്കെ, നമ്മളിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന രീതിയിൽ അതാണല്ലോ ഇതിൻ്റെ അർത്ഥം. അപ്പം ബിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആയിരിക്കും. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നല്ലേ തന്നെ പറയാം, കാരണം ഡി എല്ലും ആറും ഈ പ്ലെയിനിലാണെങ്കിൽ എപ്പോഴും അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് പോട്ടെ, എനിവേ എൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആയിരിക്കും. സോ ഇതാണ് എന്തിൻ്റെ ഡയറക്ഷൻ? ബിയുടെ ഡയറക്ഷൻ. ഓക്കെ, അപ്പം ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ കിട്ടി. സോ ബി എന്ന് പറയുന്നത് വിൽ പോയിൻറ്റ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ഓക്കെ, ഇൻ ടു ദ പ്ലെയിൻ അല്ല, ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. ഏത് പോയിൻറ്റിൽ? പി എന്ന് പറയുന്ന പോയിൻറ്റിൽ. അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ഞാനത് എടുത്ത് പറയാം. നമുക്ക് നോക്കാം. ഇനി അടുത്തത് നമുക്കിനി എന്താണ്? വി ഹാവ് ടു ഇവാലുവേറ്റ്. നമുക്ക് ആദ്യം ഡി എൽ ക്രോസ് ആർ എന്ന് ഡിഫൈൻ ചെയ്യാം. അപ്പം ഡി എൽ ക്രോസ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെക്റ്റർ നേച്ചർ ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. അപ്പോൾ നമുക്കറിയാം ഡി എൽ ആണ് ലെങ്ത്ത് ഇൻറ്റു ആർ ക്യാപ്പ്. ആർ ക്യാപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ് ഇൻറ്റു സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ഡി എൽ ആൻഡ് ആർ. അപ്പോൾ എന്താവും? സൈൻ ആൽഫ. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ എ ബി സൈൻ തീറ്റ എന്ന് എഴുതാറുണ്ടല്ലോ. അതേ എക്സ്പ്രഷനാണ്. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. ഓക്കെ, എന്ന് പറയുന്ന പോലെ ഇവിടെ ഡി എല്ലിനും ആറിനും ഇടയിലുള്ള ആംഗിൾ ഇവിടെ നോക്കുക. ഡി എൽ ഇങ്ങോട്ടാണ്, ആർ ഇങ്ങോട്ടാണ്, അതിനിടയ്ക്കുള്ള ആംഗിൾ സൈൻ ആൽഫ എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വി ഗോട്ട് ഇറ്റ് ആസ് ഡി എൽ ക്രോസ് ആർ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു ഡി എൽ സൈൻ ആൽഫ എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ആ സൈൻ ആൽഫയെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, 90 ഡിഗ്രി ആണ് ഇവിടെ. അപ്പം ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിമൈനിങ് 90യിൽ നിന്ന്, സോ ദിസ് ആംഗിൾ വിൽ ബി 90 മൈനസ് തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൽഫ എന്തായിരിക്കും? ആൽഫ ഈസ് ഈക്വൽ ടു 180 മൈനസ് 90 മൈനസ് തീറ്റ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 90 പ്ലസ് തീറ്റ എന്ന് കിട്ടും. ഓക്കെ, സോ ആൽഫയ്ക്ക് പകരം എനിക്ക് എന്ത് ചെയ്യാം? 90 തീറ്റയുടെ ടേംസിലേക്ക് മാറ്റുന്നേ ഉള്ളൂ. തീറ്റയുടെ ടേംസിലേക്ക് മാറ്റുമ്പോൾ എന്താവും? 90 പ്ലസ് തീറ്റ എന്നാവും. സോ ഡി എൽ സൈൻ ഓഫ് 90 പ്ലസ് തീറ്റ, ദാറ്റ് ഈസ് വി ഗോട്ട് ഇറ്റ് ആസ് കോസ് തീറ്റ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡി എൽ ക്രോസ് ആർ ക്യാപ്പ് എന്ന് പറയുന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് ഈ ഫിഗർ ആവശ്യമുണ്ട്. ആ ഫിഗർ ഒന്ന് താഴേക്ക് എടുത്ത് വയ്ക്കാം.
ഓക്കെ. സോ ഡി എൽ ക്രോസ് ആർ എന്ന് ഓക്കെ. ഇനി നമുക്ക് ഡി എല്ലിൻ്റെ വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ ഈ അപ്പം ഇതിനെയാണ് നമ്മളിപ്പോൾ ഒറിജിനായിട്ട് എടുത്തിരിക്കുന്നത്. ഒറിജിനിൽ നിന്നുള്ള ഈ ഡിസ്റ്റൻസിനാണ് നമ്മൾ എസ് എന്ന് വിളിച്ചിരിക്കുക. അപ്പോൾ ഈ ഡിസ്റ്റൻസിനെ എനിക്ക് എന്ത് വിളിക്കാം? ഈ ഡിസ്റ്റൻസ് ലെറ്റ് ദിസ് ഡിസ്റ്റൻസ് ബി എൽ എന്ന് വിളിക്കാം. അപ്പം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? എൽ എന്ന് വിളിക്കുന്നത്. എല്ലിൻ്റെ ഒരു ചെറിയ പാർട്ടാണ് എന്ത്? ഡി എൽ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഈ കാണുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മാറ്റി വരച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഈ സൈഡ് ആർ മാഗ്നിറ്റ്യൂഡ്, ഈ സൈഡ് ആർ ആണ്, ഈ സൈഡ് എസ് ആണ്, ഈ സൈഡ് എൽ ആണ്. ആൻഡ് ദിസ് ആംഗിൾ ഈസ് തീറ്റ. ദിസ് ഈസ് എ 90 ഡിഗ്രി ആംഗിൾ. സോ റൈറ്റ് ദ ടാൻ തീറ്റ. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എൽ ബൈ എസ് എന്ന് കിട്ടും. ഓർ എൽ ഈസ് ഈക്വൽ ടു എസ് ടാൻ തീറ്റ എന്ന് കിട്ടും. സോ ഇതിനകത്തുനിന്ന് ഡി എൽ എനിക്ക് എഴുതാം. ഡി എൽ എന്തായിരിക്കും? ജസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. എസ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഡിസ്റ്റൻസ് എബവ് ആണ്, അതുകൊണ്ട് എസ് പുറത്ത് വരും. ടാൻ തീറ്റ ദാറ്റ് ബിക്കംസ് സീക്ക് സ്ക്വയർ തീറ്റ. അപ്പം 1 ബൈ കോസ് സ്ക്വയർ തീറ്റ എന്നായിട്ട് മാറും. ഓക്കെ. എസ് ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നതാണ് ഡി എൽ. അപ്പോൾ ഡി എല്ലിന് പകരമുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. അപ്പം നമുക്ക് ഡി എൽ ക്രോസ് ആറിനകത്തൊരു ഡി എൽ ഉണ്ട്. ആ ഡി എല്ലിന് പകരം എനിക്ക് എന്ത് ചെയ്യാം? ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് എസ് ബൈ കോസ് സ്ക്വയർ തീറ്റ. അപ്പം ഡി എൽ ക്രോസ് ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ആസ് എസ് ബൈ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. ഓക്കെ. അപ്പോൾ ഒരു എസ് ബൈ കോസ് തീറ്റ മാത്രം എക്സിസ്റ്റ്. ഓക്കെ. സോ അപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇതെല്ലാം എവിടേക്ക് കൊണ്ട് കൊടുക്കാനാണ്? ബയോട്ട്-സവാർട്ട്സ് ലോയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സോ അത് റിമൈൻഡ് ചെയ്യും. ഇനി നമുക്ക് എന്ത് വേണം? വി വാണ്ട് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ആർ. ഓക്കെ. അപ്പം ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ. ആറും എസ്സും കൂടെ വേണമെങ്കിൽ എനിക്ക് കണക്ട് ചെയ്യാം. ഓക്കെ. കാരണം എസ് ആണ് നമുക്ക് അറിയാവുന്ന ഡിസ്റ്റൻസ്. ഓക്കെ. നമുക്ക് എല്ലാം ഒരു നോൺ ക്വാണ്ടിറ്റിയിലേക്ക് മാറ്റുകയാണ്. എസ് നമുക്കറിയാം, ഈ തീറ്റയും നമുക്ക് അറിയാമെന്നുള്ള അസംഷനിൽ ആർ എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ്. എൽ എന്ന് പറയുന്നതും ഈ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെല്ലാം നമ്മളൊരു സിംഗിൾ വേരിയബിളായിട്ടുള്ള, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാം, എന്തിനാണ് ഈ എല്ലും ആറും മാറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റഗ്രൽ നോക്കി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രലിനകത്ത് കിടക്കുന്ന എന്തൊക്കെയാണ്? ഡി എൽ ഉണ്ട്, ആറുണ്ട്. സിംപിളി പറഞ്ഞാൽ എല്ലും ആറും ഒക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഡി എല്ലിന് പകരം ഓക്കെ ഇവിടെ ഡി എൽ എന്ന് പറയുന്ന ഇൻ്റഗ്രൽ വേരിയബിളാണ്. ദെൻ ഈ ആർ എന്താണ്? വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങോട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുക. ആർ എന്ന് പറയുന്നതും ഡി എൽ എന്ന് പറയുന്നത് രണ്ട് ഡിഫറൻറ്റ് വേരിയബിൾസാണ്. ആറും വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ. ഡി എൽ ആണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ, പക്ഷേ ഡി എൽ ആണ്. ഒന്നുകിൽ നിങ്ങൾ ആറിനെ എന്തിലേക്ക് മാറ്റണം? ഡി എല്ലിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ ഡി എല്ലിനെ എന്ത് മാറ്റണം? ഡി ആറിലേക്ക് മാറ്റണം. അപ്പം ഡി ആറിലേക്ക് മാറ്റണം. അപ്പോൾ ഒരു ആർ ഡി ആർ ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ആർ ഡി ആർ എന്ന് വെച്ചാൽ ഫംഗ്ഷൻ ഓഫ് ആർ ഡി ആർ ഫോമിലേക്ക് വരണം. അല്ലെങ്കിൽ രണ്ടും എങ്ങനെ വരണം? ഒരു ഫംഗ്ഷൻ ഓഫ് എൽ ഇൻറ്റു ഡി എൽ എന്നുള്ള ഫോമിലേക്ക് വരണം. ഈ രണ്ടിലേതെങ്കിലും ഫോമിലാക്കിയാലേ നമുക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എപ്പോഴും അറിയാലോ, നമ്മൾ വേരിയബിൾസിനെ അങ്ങനെ കൺവേർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ രണ്ട് പേരെ അങ്ങ് മാറ്റിയിട്ട് അതിനെ നമ്മൾ തീറ്റ, ഈ ആംഗിളിൻ്റെ ടേംസിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്ത് വെക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഇതാണ് ആറ്, ഇത് ആറാണെന്നുണ്ടെങ്കിൽ ഇത് തീറ്റയാണ് എസ്. ഓക്കെ. അപ്പോൾ തീറ്റയുടെയും എസിൻ്റെയും ടേംസിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അഡ്ജസൻസ് ഓക്കെ, ഇത് എസ് എന്ന് പറയുന്ന അഡ്ജസൻ്റ് ആണ്, ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ വി ക്യാൻ റൈറ്റ് എ കോസ് തീറ്റ. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എസ് ബൈ ആർ എന്ന് എനിക്ക് എഴുതാം. ഓർ ആർ ഈസ് ഈക്വൽ ടു എസ് ബൈ കോസ് തീറ്റ. സോ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ വി ഗോട്ട് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ ആർ സ്ക്വയർ ആൻഡ് വി ഗോട്ട് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ ഡി എൽ ക്രോസ് ആർ. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾ ദിസ് ടുഗദർ ഇൻ ദ ബയോട്ട്-സവാർട്ട്സ് ലോ. ഓക്കെ. അപ്പോൾ ഡി ബി എന്ന് പറയുന്ന ആ ഒരു ലൈൻ എലമെൻറ്റ് മാത്രം ഉണ്ടാവുന്ന ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? μ0 I ബൈ 4π ഇൻറ്റു ഇൻ്റഗ്രലൊന്നുമില്ല, പിന്നെ എന്തായിരുന്നു? ഡി എൽ ക്രോസ് ആർ ക്യാപ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു μ0 I ബൈ 4π ഇൻറ്റു, ഇൻസ്റ്റെഡ് ഓഫ് ഡി എൽ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് എസ് ബൈ കോസ് തീറ്റ ഇൻറ്റു ആർ ക്യാപ്പ് എല്ലാം പോയി. ക്രോസ് നമ്മളിനി എടുക്കുന്നില്ല, ഡയറക്ഷനെക്കുറിച്ച് മിണ്ടുന്നില്ല, കാരണം ഡയറക്ഷൻ ഓൾറെഡി നമ്മളല്ലാതെ കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. സോ എസ് ബൈ കോസ് തീറ്റ ഇൻറ്റു എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 ബൈ ആണല്ലോ. ഓക്കെ. 1 ബൈ ആർ സ്ക്വയർ ആണ്. സോ 1 ബൈ ആർ സ്ക്വയറിന് പകരം നമ്മൾ കൊടുക്കണം. സോ എസ് സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ. ഒരു എസ് ക്യാൻസലായി, ഒരു കോസ് തീറ്റ ക്യാൻസലായി. ഫൈനലി വി ഗെറ്റ് μ0 I ബൈ 4π, എസ്സും കൂടി ഇതിൻ്റെ കൂടിഞ്ഞെടുക്കാം, ഇൻറ്റു കോസ് തീറ്റ എന്ന് തോന്നുന്നു. ദിസ് ഈസ് ദ ഡി. ഓക്കെ. അയ്യോ, ഇവിടെ ഒരു ചെറിയ വ്യത്യാസം കൂടിയുണ്ട്.
ഇവിടെ ഒരു ഡെറിവേറ്റീവ് എടുത്തതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഇല്ലേ, അതായത് നമ്മൾ എൽ ഈസ് ഈക്വൽ ടു എസ് ടാൻ തീറ്റ എന്ന് എഴുതി. അപ്പോൾ ഡി എൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഡി എൽ ഈസ് ഈക്വൽ ടു എസ് ബൈ എസ് ഇൻറ്റു ടാൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് സീക്ക് സ്ക്വയർ തീറ്റ ഇൻറ്റു തീറ്റയുടേത് ഡി തീറ്റ. ഓക്കെ, എങ്കിലേ ഡി എൽ ബൈ ഡി തീറ്റ എന്താവും, എസ് ബൈ കോസ് സ്ക്വയർ തീറ്റ ആവുന്നുള്ളൂ. അതുകൊണ്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡി തീറ്റ കൂടി വരും. ഓക്കെ, അപ്പം ഇവിടെ ഒരു ഡി തീറ്റ ഉണ്ട്. ഓക്കെ, ആ ഡി തീറ്റയും കൂടെ അവിടെ കൊടുക്കണം, എങ്കിലും നമുക്ക് ഇല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, കാരണം ഇത്രേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഇവിടെ വന്നപ്പോഴാണ് ആ പ്രശ്നം ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തത്. എന്താണ് പ്രശ്നം, ഇത് കൊണ്ടുവന്ന് ഇൻ്റഗ്രൽ, ഇനി ഇതിന് ഇൻ്റഗ്രൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റഗ്രലിൻ്റെ സിമ്പിൾ ഇട്ടാൽ പോരല്ലോ, ഏതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്ന് പറയണമല്ലോ. അത് ആക്ച്വലി അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടും. സോ ദാറ്റ് ഡി തീറ്റ ഈസ് ഓൾസോ ദെയർ. ഓക്കെ, ഇനി നമുക്ക് ബി എഴുതാം. ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 I ബൈ 4πs. ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ്. ഇൻ്റഗ്രൽ കോസ് തീറ്റ ഡി തീറ്റ. ഓക്കെ, അപ്പം ഇൻ്റഗ്രൽ കോസ് തീറ്റ ഡി തീറ്റ നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഈസ് സൈൻ തീറ്റ, നോ പ്രോബ്ലം. പക്ഷേ ഇനി ഈ ഇൻ്റഗ്രൽ എവിടെ നിന്ന് എവിടെ വരെ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലൈന് ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ തൽക്കാലം ആൻഡ് ദിസ് ഈസ് മൈ പോയിൻറ്റ്, ഈ പോയിൻറ്റിൽ നിന്ന് ഇത്രയും വലിയ ലൈനാണെന്ന് വിചാരിക്കാം. നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു, അങ്ങനെ അസ്യൂം ചെയ്യുന്നില്ല. സപ്പോസ് നമ്മുടെ ലൈൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇത്രയും റീജിയണിലെ കറണ്ട് കാരണം ഉള്ള മാഗ്നറ്റിക് ഫീൽഡാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പം എ ബി എന്ന് പറയുന്നൊരു സെഗ്മെൻറ്റ്, ഒരു ലോങ് സെഗ്മെൻറ്റ് കാരണമുള്ള ഫീൽഡാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് തീറ്റ എന്ന് പറയുന്നത്, ഓക്കെ, ഫസ്റ്റ് ഇവിടുത്തെ തീറ്റയെ ഞാൻ തീറ്റ 1 എന്നും, ദെൻ ഇതിനെ ഞാൻ ഇവിടെ നിന്ന്, ഇതാണ് റെഫറൻസ് ഡയറക്ഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ റെഫറൻസ് ഡയറക്ഷനിൽ നിന്ന് ഇതിനെ ഞാൻ എന്തെടുത്തു, തീറ്റ 2 എന്ന് എടുത്തു. അപ്പോൾ തീറ്റ 1ൽ സ്റ്റാർട്ട് ചെയ്യുന്നു, തീറ്റ 2ൽ എൻഡ് ചെയ്യുന്നു, എങ്കിൽ മാത്രമേ തീറ്റ എവിടെ, അതായത് നമ്മുടെ ഉദ്ദേശം എന്താ, ഈ ലൈൻ എലമെൻറ്റ് മൊത്തം ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇവിടം വരെ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീറ്റ എന്ത് ചെയ്യണം, എവിടം തൊട്ട് എവിടം വരെ വേരി ചെയ്യണം. കാരണം ഇൻ്റഗ്രേഷൻ ഇപ്പോൾ തീറ്റയിലേക്ക് മാറി, തീറ്റയുടെ വാല്യൂ ഏത് ഇനിഷ്യൽ വാല്യൂ മുതൽ ഫൈനൽ വാല്യൂ വരെ എത്തിയാൽ നമുക്ക് ആ എൻറ്റയർ ലൈനും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് അത് എവിടെ നിന്ന് എവിടെ വരെയാണ്, തീറ്റ 1 ടു തീറ്റ 2 വരെയാണ്. ഓക്കെ, സോ ദ ഇൻ്റഗ്രൽ ഈസ് ഫ്രം തീറ്റ 1 ടു തീറ്റ 2. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി കഴിഞ്ഞു. ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 I ബൈ 4πs ഇൻറ്റു എന്താണ് ഇത്, കോസ് തീറ്റ സൈൻ തീറ്റ ആയി, സൈൻ തീറ്റ 2 മൈനസ് സൈൻ തീറ്റ 1. സോ ദിസ് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദാറ്റ് ലൈൻ സെഗ്മെൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഏതാണോ ലൈൻ, ആ ലൈൻ അനുസരിച്ച് നമുക്കിത് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പല സ്പെഷ്യൽ കേസസ് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു ഗിവൺ കേസിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തറിഞ്ഞിരിക്കണം, വി ഹാവ് ടു നോ ദിസ് ആംഗിൾ തീറ്റ 1 ആൻഡ് തീറ്റ 2. ഓക്കെ, അതായത് ആ ലൈനിൻ്റെ എൻഡ് പോയിൻറ്റ്സ് നമ്മുടെ ഈ പോയിൻറ്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ലൈൻ. ഓക്കെ, ഈ രണ്ട് ലൈനും നമ്മുടെ ആ പെർപെൻഡിക്കുലർ ഉണ്ടാവുമല്ലോ, ആ ലൈനിൽ നിന്നുള്ള, അല്ലെങ്കിൽ ലൈനിൽ നിന്നുള്ള തന്നെ ആവണമെന്നില്ല, ഈ റെഫറൻസ് ഡയറക്ഷനിൽ നിന്നുള്ള. ഓക്കെ, എസ് എന്ന് പറയുന്നത് ഒരു പെർപെൻഡിക്കുലർ, ഇപ്പോൾ ലൈൻ സെഗ്മെൻറ്റ് ഇങ്ങനെ ഇരിക്കുക, ഈ പോയിൻറ്റിലെ ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കാണുന്നതൊന്നുമല്ല. നമ്മൾ എന്ത് ചെയ്യണം, ഈ ലൈൻ ഇങ്ങോട്ടും കൂടെ ഉണ്ടെന്ന് അസ്യൂം ചെയ്തിട്ട് ഇതിനെയാണ് നമ്മൾ എസ് എന്ന് വിളിക്കുക. അപ്പം ദിസ് ബിക്കംസ് തീറ്റ 1 ആൻഡ് ദിസ് ബിക്കംസ് തീറ്റ 2. ഇനി വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഇത് തീറ്റ 1 ആവും, ഇത് തീറ്റ 2. ഓക്കെ, സോ കാരണം എന്താണ്, ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ്, കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കണം. ഇൻ്റഗ്രേഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടായ കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടായതുകൊണ്ടാണ് ഇൻ്റഗ്രേഷൻ എങ്ങോട്ടായത്, തീറ്റ 1 ടു തീറ്റ 2 എന്നായി. ഓക്കെ, അത്രേ ഉള്ളൂ കാര്യം. അല്ലെങ്കിൽ കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻറ്റിനെ നിങ്ങൾ എപ്പോഴും തീറ്റ 1 എന്നും കറണ്ട് എൻഡ് ചെയ്യുന്ന പോയിൻറ്റിനെ എപ്പോഴും തീറ്റ 2 എന്നും വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഇക്വേഷനകത്ത് മാറ്റമൊന്നും വരില്ല. അതും ശ്രദ്ധിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് ഒരു ലൈൻ സെഗ്മെൻറ്റ് കാരണം ഉള്ള വയറിൻ്റെ ഒരു സെഗ്മെൻറ്റ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ 1-2 സ്പെഷ്യൽ കേസസ് നോക്കാം, അല്ലെ ഒരു സ്പെഷ്യൽ കേസ് നോക്കാം. ഇഫ് ദ വയർ ഈസ് ഇൻഫൈനൈറ്റ്ലി ലോങ്. ഓക്കെ, അപ്പോൾ ഇൻഫൈനൈറ്റ്ലി ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്, ഇതാണ് നമ്മുടെ എസ്. ഓക്കെ, ഇതാണ് നമ്മുടെ എസ്, ദിസ് ഈസ് ദ പോയിൻറ്റ് പി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻഫൈനൈറ്റ്ലി ലോങ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടും ഇൻഫൈനൈറ്റ് ലെങ്ത് ഉണ്ടാവും, ഇങ്ങോട്ടും ഇൻഫൈനൈറ്റ് ലെങ്ത് ഉണ്ടാവും. ഓക്കെ, ഇനി
നമുക്ക് ഇത് കാരണമുള്ള ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ബി ഈസ് ഈക്വൽ ടു μ0I നമ്മൾ ഡിഫൈൻ ചെയ്തത് ഒരു ലൈൻ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മളുണ്ട് 4πs ഇൻറ്റു sin θ2 മൈനസ് sin θ1. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, വി ഹാവ് ടു ഫൈൻഡ് ദ θ1 ആൻഡ് θ2. അപ്പോൾ θ1 എന്ന് പറയുന്നത്, അപ്പോൾ കറണ്ട് പോകുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ θ1 എന്ന് പറയുന്നത് എങ്ങോട്ട് എടുക്കണം, ഇങ്ങോട്ട് എടുക്കണം അല്ലേ. ഞാൻ തൽക്കാലം θ2 എടുത്തിട്ട് θ1ലേക്ക് വരാം. അപ്പം θ2 എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്കറിയാം ഇവിടെ ആയിരിക്കുമ്പം ഇത് ഒരു ചെറിയ വാല്യൂ, അതായത് ഇത് ഇൻഫിനിറ്റിലേക്ക് പോകുന്നതനുസരിച്ച് θ1ൻ്റെ വാല്യൂ എന്ത് ചെയ്യാണ്, θ2ൻ്റെ വാല്യൂ എന്താണ്, കൂടിക്കൂടി വരിക. ഓക്കെ, അപ്പം അറ്റ് ഇൻഫിനിറ്റി ഈ ആംഗിൾ എന്തായിട്ട് മാറും, 90 ഡിഗ്രി ആയിട്ട് മാറും. ഓക്കെ, അത് ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? അതായത് ഈ ലൈൻ സെഗ്മെൻറ്റിൻ്റെ എൻഡ് നോക്കിയിട്ട് പോവാണ്, എൻഡ് ഇൻഫിനിറ്റിയിലേക്ക് എത്തുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും, 90 ഡിഗ്രി ആയിട്ട് മാറും. അപ്പോൾ θ2 എന്ന് പറയുന്നത് എന്താണ്, π/2 ആണ്. അതേപോലെ θ1ഉം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് എന്ത് കിട്ടും, എങ്ങോട്ട് വരണം, ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് വന്നു. സോ എഗെയിൻ ദാറ്റ് ഈസ് ഓൾസോ θ1 ഈസ് ഓൾസോ π/2. പക്ഷേ റെഫറൻസ് ഡയറക്ഷനിൽ നിന്ന് ഓക്കെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്തതിനെയാണ് പോസിറ്റീവ് എന്ന് വിളിച്ചത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ θ1നെ നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുത്തത്, θ2ഉം പോസിറ്റീവാണ്. റെഫറൻസ് ഡയറക്ഷനിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, ഇവിടെ നമ്മൾ റെഫറൻസ് ഡയറക്ഷനിൽ നിന്ന് ഒന്നുകിൽ ആൻറ്റി ക്ലോക്ക് വൈസ് എടുക്കാം. ആൻറ്റി ക്ലോക്ക് വൈസ് എടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഇങ്ങനെ കറക്കി എടുക്കണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും, ദിസ് ബിക്കംസ് ഇത് π/2 ആൻഡ് π/2 3π/2 എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നെ വേണേൽ മെഷർ ചെയ്യാം. അങ്ങനെ മെഷർ ചെയ്യേണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നേരെ ലെഫ്റ്റിലേക്ക് മെഷർ ചെയ്താൽ മതി. പക്ഷേ ഓപ്പോസിറ്റ് ക്ലോക്ക് വൈസിൽ മെഷർ ചെയ്യുക. ആൻറ്റി ക്ലോക്ക് വൈസിനെ പോസിറ്റീവ് എടുത്തെന്നുണ്ടെങ്കിൽ ക്ലോക്ക് വൈസിനെ നിങ്ങൾ എന്തെടുക്കണം, നെഗറ്റീവ് എന്നെടുക്കണം. സോ ആംഗിളിൻ്റെ സൈൻ എന്ത് കൊടുക്കും, -π/2 എന്ന് കൊടുക്കും. സോ നൗ വി ഗോട്ട് θ1 ഈസ് ഈക്വൽ ടു -π/2, θ2 ഈസ് ഈക്വൽ ടു +π/2. പുട്ട് ദീസ് വാല്യൂസ് എന്ത് കിട്ടും, μ0I/4πs ഇൻറ്റു sin π/2, then sin of -π/2 that is minus sin π/2 that is sin π/2. So that becomes 2. So 2 ഇതും കൂടെ ക്യാൻസൽ ആവുന്നു, μ0I/2πs എന്ന് എനിക്ക് ആൻസർ. So this is the value of the magnetic field due to an infinitely long wire and which is at a distance and the field point is at a distance s from the line. ഓക്കെ, ലൈനിൽ നിന്ന് എസ് അകലത്തിലുള്ള പോയിന്റിൽ. ഇനി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നോക്കുക. നിങ്ങളുടെ കറണ്ട് പോകുന്നു, നമ്മൾ ഈ പോയിന്റിലാണ് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയത് എന്താണ്, വി ഗോട്ട് ഇറ്റ് ആസ്, ഇവിടുത്തെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഞാനൊന്ന് മാർക്ക് ചെയ്യാം, എന്താണ്, ഇങ്ങനെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്താലും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ കിട്ടുക. ഓക്കെ, ഇനി ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു പോയിൻ്റ് Q ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം, വിച്ച് ഈസ് ഓൾസോ അറ്റ് എ ഡിസ്റ്റൻസ് S. ഓക്കെ, പക്ഷേ അത് എവിടെയാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, താഴേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫീൽഡിൻ്റെ വാല്യൂവും ഇതേ എസ് ഡിസ്റ്റൻസിലാണെങ്കിൽ ഇതേ വാല്യൂ തന്നെ ആയിരിക്കും. കാരണം മാഗ്നിറ്റ്യൂഡ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, μ0I/2 ഇൻഫൈനൈറ്റ് ആണെങ്കിൽ μ0I/2πs മാത്രം ചെയ്താൽ മതി. ദെൻ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ്? ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ഇവിടെ ഒരു ലൈൻ എലമെൻറ്റ് കൺസിഡർ ചെയ്യുന്നു. സോ ലെറ്റ് ദിസ് ബി ദ ലൈൻ എലമെൻറ്റ്, ദാറ്റ് മീൻസ് ദ DL. ഓക്കെ, ദെൻ ഇത് R ആണ്. R എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന വെക്ടറാണ്. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് R. ഓക്കെ, R എങ്ങോട്ടാണ്, R എപ്പോഴും നമ്മുടെ സോഴ്സിൽ നിന്ന് ഫീൽഡ് പോയിന്റിലേക്കായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുക, ഞാനത് രണ്ടും ഒന്ന് മാറ്റി വരച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് DL, ദിസ് ഈസ് R. ഓക്കെ, അപ്പം DL ക്രോസ് R നിങ്ങൾ ചെയ്യണം. ഇതാണ് DL ക്രോസ് R എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരണം. നിങ്ങൾ കൈ എടുത്ത് കേൾ ചെയ്ത് നോക്കുക. കേൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇറ്റ് ഈസ് ഇൻ ടു ദ പ്ലെയിൻ. ഓക്കെ, ദിസ് ഈസ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ അല്ലെങ്കിൽ ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേജ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ലൈനിൻ്റെ അപ്പർ സൈഡിൽ നമുക്ക് എന്ത് കിട്ടും, ദ ഫീൽഡ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് ലൈനിൻ്റെ ലോവർ, അതായത് എപ്പോഴാണോ ലൈൻ ലോവർ ലൈനിലെത്തുന്നത് ആ സ്ഥലത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്കിനി ഒന്നുകൂടെ ഈ ഫീൽഡിനെ കുറിച്ച് പറയാം. ഓക്കെ, കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യുകയാണ്, കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യാണ്. ഇല്ലെങ്കിൽ ഈ ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, യു ക്യാൻ യൂസ് ദ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ,
ദിസ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കൈയെടുത്ത് ആ വയറിനെ ഗ്രിപ്പ് ചെയ്യുക, റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ച് ഗ്രിപ്പ് ചെയ്യുക. ഗ്രിപ്പ് ചെയ്തിട്ട് തമ്പ് ഏത് ഡയറക്ഷനിലായിരിക്കണം, തമ്പ് ഷുഡ് ബി അലോങ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഫ്ലോ. ദെൻ യുവർ കേളി ഫിംഗേഴ്സ് വിൽ ഗിവ് യു ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നിങ്ങൾ ഇതിന് ഈ കാണുന്ന ആളെ, ഓക്കെ, ദിസ് ഈസ് ദ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും, ഇതിങ്ങനെയാണ്. നമ്മൾ ഇവിടെ സംഭവിച്ചത് ഇത് ചരിഞ്ഞിരിക്കുകയാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഭാഗത്ത് മേലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ള ഫീൽഡ് എങ്ങനെയായിരിക്കും, നിങ്ങളുടെ ഫിംഗർ ഇവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് വരികയാണ്, അതായത് ഇവിടെ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇനി ആ ഫീൽഡ് കറങ്ങി ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് ചെയ്യും, അകത്തേക്ക് പോകും. അതായത് ഇവിടെ എല്ലാം ഇതെങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, ഇപ്പുറത്ത് ഇത് ഇവിടെ ഔട്ട് ഓഫ് ദ പ്ലെയിൻ, ഇവിടെ ഇൻ ടു ദ പ്ലെയിൻ. അതായത് ഒരു കറങ്ങിപ്പോകുന്ന ഫീൽഡാണ്. ഓക്കെ, കേളിംഗ് ഫീൽഡായിട്ട് നമുക്ക് ആ മാഗ്നറ്റിക് ഫീൽഡിനെ കണ്ടെത്താൻ പറ്റും. സോ ദിസ് ഈസ് ദ ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് ലൈൻ. ഈ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ്ലി ലോങ് ആണെങ്കിലും ഫൈനൈറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ ഡയറക്ഷൻ അങ്ങനെ തന്നെ ആയിരിക്കും. ഇതിൻ്റെ മുകളിൽ ഇത് എന്തായിരിക്കും, മുകളിലോ താഴെയൊന്ന് പറയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു ബി കെയർഫുൾ അബൌട്ട് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. ഓക്കെ, കറണ്ട് ഡയറക്ഷനെ കുറിച്ച് ധാരണ ഉണ്ടാവണം, അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. കറണ്ട് തിരിയുമ്പോൾ ഫീൽഡ് നേരെ തിരിയും. ഓക്കെ, കറണ്ട് നേരെ താഴോട്ടാണെങ്കിൽ വീണ്ടും നിങ്ങൾ തിരിച്ചു പിടിക്കണം, അപ്പം അത് നേരെ ഓപ്പോസിറ്റായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് ലൈൻ കാരണമുള്ള. ഇനി ഇതിൻ്റെ ഓക്കെ, ഇതിനെ നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലംസും കൂടെ ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് നടത്താം. പിന്നെ നമ്മുടെ ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരൽ വയേഴ്സ്, അവിടെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ആക്ച്വലി തുടങ്ങിയത്. രണ്ട് വയർ വെച്ചിട്ട് ഇതിനിടയ്ക്കുള്ള പാരലായിട്ടും ആൻറ്റി പാരലായിട്ടും പോകുന്ന സമയത്തുള്ള ഫോഴ്സ്, ആ ഫോഴ്സ് നമുക്ക് പിന്നീട് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇപ്പോൾ പറഞ്ഞ തിയറി വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബയോട്ട്-സവാർട്ട്സ് ലോ ഉപയോഗിച്ച് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ കറണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു, B = μ0 I/4πs ഇൻറ്റു sin θ1 മൈനസ് sin θ2 മൈനസ് sin θ1 എന്നാണ്. ഇതുപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ചില പ്രോബ്ലംസാണ് നമ്മളിനി നോക്കുന്നത്. അപ്പം ആദ്യത്തേത് ഓക്കെ, ഇവിടെ നിന്നത് ഇൻഫിനിറ്റിലേക്ക് പോവാണ്. ഓക്കെ, ഇനി ഇത് പ്ലസ് എക്സിൽ മാത്രം. ഓക്കെ, ഇത് ഒറിജിൻ ആണെന്ന് വിചാരിക്കുക. ഒറിജിനിൽ നിന്ന് പോസിറ്റീവ് ഇൻഫിനിറ്റിലേക്ക് മാത്രം പോകുന്ന ഒരു ലൈൻ. ഇതിൻ്റെ എഡ്ജ് ഒരു എഡ്ജ് നമുക്കറിയാം, ആ എഡ്ജിന് നേരെ മുകളിലാണ് നമ്മുടെ ഫീൽഡ് പോയിന്റ് P. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫീൽഡ് അറ്റ് ദ പോയിന്റ്, അല്ലെങ്കിൽ B at P. ഈ കേസിൽ എല്ലായിടത്തും B at P കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ ഈ കേസിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ θ1ഉം θ2ഉം ഡിഫൈൻ ചെയ്യണം. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ θ1 എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അല്ലേ. അപ്പോൾ θ1 എന്തായി, 0 ആയി. നൗ വാട്ട് ഈസ് θ2? θ2 എന്ന് പറയുന്നത് ഇത് ഇൻഫൈനൈറ്റ്ലി ലോങ് ആണ്. അപ്പോൾ ഇൻഫൈനൈറ്റ്ലി ലോങ് ആണെങ്കിൽ θ2 എന്ന് പറയുന്നത് π/2 ആണ്. സോ ദ ആൻസർ ഈസ് B = μ0 I/4πs ഇൻറ്റു sin π/2 മൈനസ് sin 0 അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു μ0 I/4πs എന്നെനിക്ക് കിട്ടും. ഓക്കെ, ദിസ് ഈസ് ദ ഫീൽഡ്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ്? ജസ്റ്റ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ യൂസ് ചെയ്യുക. നിങ്ങൾ അതിനെ ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഈ പോയിന്റിലെ ഫീൽഡ് എങ്ങോട്ടായിരിക്കും, പോയിൻറ്റിങ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ഓക്കെ, ദിസ് വിൽ ബി ദ ഡയറക്ഷൻ. ഓക്കെ, അത് ഇതിൻ്റെ കൂടെ ഇങ്ങനെ എഴുതിയാൽ മതി, പോയിൻറ്റിങ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ഓക്കെ, സോ ദിസ് ഈസ് ഇറ്റ്. ഇനി ഒരു അടുത്ത കേസ്, അടുത്ത വേറൊരു പ്രോബ്ലം ആയിട്ട് തന്നെയാണ്. ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് due to a square current loop due to a square current loop at its center O. Okay, so നമുക്കൊരു സ്ക്വയർ കറണ്ട് ലൂപ്പ് ഉണ്ട്.
ഓക്കെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ്, ഇത് സ്ക്വയർ ആണ്. ഓക്കെ അതിൻ്റെ സെൻറ്ററിലൊരു പോയിൻ്റ് ഉണ്ട്, അതാണ് O. വാട്ട് ഈസ് ദ ഫീൽഡ് അറ്റ് O? ഇതിൻ്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഫീൽഡ് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഓരോ, ലെറ്റ് മീ കോൾ ഇറ്റ് ആസ് A B C D. ഓക്കെ, ഈ ഓരോ ലൈൻ സെഗ്മെൻറ്റ് കാരണവും ഇവിടെ O എന്ന് പറയുന്ന പോയിന്റിൽ എന്തുണ്ടാവും, ഒരു ഫീൽഡ് ഉണ്ടാവും. ഈ ഫീൽഡിൻ്റെ എല്ലാം ഡയറക്ഷൻ ആദ്യം നമുക്കൊന്ന് നോക്കാം. അപ്പം AB എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റ് കാരണം ഇവിടെ ഉണ്ടാകുന്ന ഫീൽഡ് എന്ന് പറയുന്നത്, അപ്പം ഇതിൻ്റെ സൈഡ് A ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സ്ക്വയർ ഓഫ് സൈഡ് A. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും, ദിസ് O വിൽ ബി അറ്റ് എ ഡിസ്റ്റൻസ് A/2 അല്ലേ, ഇത് A/2 ഡിസ്റ്റൻസ് എബോവ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതായത് ലൈൻ സെഗ്മെൻറ്റിൻ്റെ ലെങ്ത്ത് A ആണ് ആൻഡ് അത് എത്ര ഡിസ്റ്റൻസിലാണ്, A/2 ഡിസ്റ്റൻസിലാണ്. ഇനി BC എടുത്താലും അതേപോലെ തന്നെയാണ്, എന്ത് BCയുടെ ലെങ്ത്ത് സെയിം ആണ്, ഡിസ്റ്റൻസ് A/2 ആണ്. ഇതും A/2 ആണ്, ഇതും A/2 ആണ്. അപ്പോൾ ഇതെല്ലാം എന്താണ്, A/2 ഡിസ്റ്റൻസിലാണ്. സോ ഇത് കാരണം ഇത് ഓരോന്നും കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് വൈസ് സെയിം ആയിരിക്കുമെന്ന് നമുക്ക് അവിടെ നിന്ന് തന്നെ ഉറപ്പിക്കാം. കാരണം മാഗ്നിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ്, ദാറ്റ് ആംഗിൾ. ഓക്കെ, ആംഗിൾ നമുക്ക് നോക്കാം. ഓക്കെ, ഡിസ്റ്റൻസ് ആണ് മെയിൻലി. ഓക്കെ, പിന്നെ സിമെട്രിക്കലി ആണ്, ഈ രണ്ട് ആംഗിളും കൂടെ നോക്കണം. അപ്പം നമുക്കത് നോക്കാം. ഇനി അതിന് മുമ്പ് ഡയറക്ഷൻ എങ്ങനെ വരും എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പം AB എന്നുള്ള ഓക്കെ, സോ AB എന്ന് പറയുന്ന സെഗ്മെൻറ്റ് കാരണമുള്ളത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ എങ്ങനെയായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. അല്ലെങ്കിൽ O എന്ന് ഇവിടെ ഇതിൻ്റെ ഇത് കാരണം ഇവിടെ എവിടെ നോക്കിയാലും എങ്ങനെയായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. ഇനി ഇവിടെ BC എന്ന് പറയുന്നൊരു സെഗ്മെൻ്റ് ഉണ്ട്, അത് കാരണമുള്ളത് നിങ്ങൾക്ക് നോക്കിയാലും എങ്ങോട്ടായിരിക്കും, ദാറ്റ് വിൽ ബി BC കാരണമുള്ളത് ഫീൽഡും ഇങ്ങോട്ടായിരിക്കും. കാരണം ജസ്റ്റ് ഒന്ന് കൈയെടുത്ത് ആ വയറിലൊന്ന് പിടിക്കുന്നതായിട്ട് നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ CD എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും, CD എന്ന് പറയുമ്പോൾ വീണ്ടും കൈ തമ്പ് ആ ഡയറക്ഷനിൽ വരുന്ന രീതിയിൽ നിങ്ങൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് സംതിങ് ലൈക്ക് ദിസ്. ദെൻ DA എന്ന് പറയുന്നതിനകത്ത് എടുക്കുന്ന സമയത്ത്, DA പറയുന്ന സമയത്ത് ഓക്കെ താഴോട്ടാണ്, അപ്പോൾ തിരിച്ചു വെക്കണം. തമ്പ് നേരെ താഴോട്ട് വരുന്ന രീതിയിൽ റൈറ്റ് ഹാൻഡ് പിടിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ തമ്പ് ഇങ്ങനെ കേൾ ചെയ്ത് ഇതിലേക്കൂടെ ഇറങ്ങി വരും. അതായത് ഇവിടെ എന്താണ്, ഈ സൈഡിൽ ഇതിന് ഇൻസൈഡിലായിട്ട് എന്തായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. സോ ഈ 4 സെഗ്മെൻറ്റ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ സെയിം ആണ്. ഓക്കെ, ഡയറക്ഷൻ എന്താണ്, എല്ലാം സെയിം ആണ്. അപ്പോൾ ഡയറക്ഷൻ സെയിം ആയിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഈ പ്ലെയിനിൽ ഒരേപോലെ, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും കൂടെ സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ 4 കൂടെ വെറുതെ ആഡ് ചെയ്താൽ മതി, വെക്റ്റർ കൺസിഡർ ചെയ്യേണ്ട. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം കാരണമുള്ള ഫീൽഡ് എന്ന് പറയുന്നത് ഇൻ ടു ദ പ്ലെയിൻ ആയിരുന്നെങ്കിൽ, ഓക്കെ, 1 ഇൻ ടു ദ പ്ലെയിനും 3 ഔട്ട് ഓഫ് ദ പ്ലെയിനും ആണെങ്കിൽ ഇത് 3 കൂടെ കൂട്ടിയിട്ട് ഇത് കുറയ്ക്കേണ്ടി വന്നേനെ. ഓക്കെ, നമുക്കറിയാം ഒരെണ്ണം ഓപ്പോസിറ്റ് വരുമ്പോൾ നമ്മൾ അതനുസരിച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാം. എനിവേ ഇവിടെ 4 പേരും എന്താണ്, ഒരേ ഡയറക്ഷനാണ്. സെയിം ഡയറക്ഷൻ ഉള്ളവരെ നമുക്ക് വെറുതെ ആഡ് ചെയ്യാൻ പറ്റും, നമ്മൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവില്ല. ഇനി നമുക്ക് ഇത് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഓരോ സെഗ്മെൻറ്റും കാരണമുള്ളത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ദ സെൻറ്റർ പോയിൻറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് നമുക്കറിയാം ഈ AB മാത്രമായിട്ട് കൺസിഡർ ചെയ്താൽ ദിസ് ഈസ് ദ ലൈൻ. ഈ ഡിസ്റ്റൻസിനെയാണ്, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ത്, A/2 എന്ന് പറയുന്നത്. ഇനി ഈ റെഫറൻസ് ഡയറക്ഷനിൽ നിന്നുള്ള ആംഗിൾ, കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ. സോ ദിസ് ഈസ് θ1, ഓക്കെ, ആൻഡ് ദിസ് ഈസ് θ2. നൗ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് θ1 ആൻഡ് θ2? ഓക്കെ, സൈൻ ഇപ്പോൾ പറയണ്ട, നിങ്ങൾക്കറിയാം ഇവിടെ ഇതൊരു സ്ക്വയർ ആയതുകൊണ്ട് ഇത് A/2 ആണ്, ഇതും A/2 ആണ്. അപ്പോൾ ഇത് 90 ഡിഗ്രി ആണ്. സോ ഇതെന്തായേ പറ്റുള്ളൂ, 45 ഡിഗ്രി ആയേ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് 45 ഡിഗ്രി. ആൻഡ് അതേപോലെ ഇപ്പുറത്തെടുക്കുമ്പോഴും ഈ ഇത് 45 ആണ്. അപ്പം θ1 തന്നെ ആയിരിക്കും. ഓക്കെ, ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് വരുമല്ലോ, ഈ 2 സൈഡ് സെയിം. അപ്പം ആൻഡ് ഇറ്റ് ഈസ് 90 ഡിഗ്രി, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഈ θ1 എന്ന് പറയുന്നത് എന്തായിരിക്കും, 45 ഡിഗ്രി ആയിരിക്കും. θ2 എന്ന് പറയുന്നത് എന്തായിരിക്കും, 45 ഡിഗ്രി ആയിരിക്കും. സോ θ1 എന്ന് പറയുന്നത് നമ്മൾ എങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത്, ക്ലോക്ക് വൈസ് ആയിട്ടാണ്. സോ ഐ പുട്ട് എ മൈനസ് സൈൻ. ഇത്രേ ഉള്ളൂ. ഇനി നമ്മുടെ ഇക്വേഷൻ എടുക്കുക, ഇക്വേഷനിലേക്ക് കൊടുക്കുക. സോ B ഡ്യൂ ടു ദ സെഗ്മെൻറ്റ് AB ഈസ് ഈക്വൽ ടു μ0I/4π
എസ് ഇൻറ്റു സൈൻ തീറ്റ 2 മൈനസ് സൈൻ തീറ്റ 1. സോ ദാറ്റ് ഈസ് സൈൻ 45 എന്ന് വരും. mu 0 I by 4 pi s sin theta 2 that is sin 45 that is 1 by root 2, then sin of minus theta minus sin theta അതുകൊണ്ട് പ്ലസ്, then sin 45 that is 1 by root 2. Okay, so 1 by root 2 plus 1 by root 2. ഓക്കെ, അപ്പോൾ ഇതെന്താവും mu 0 I by 4 pi s ഇൻറ്റു 2 by root 2 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി 2 by root 2 ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സോ ഇവിടെ നമുക്ക് വീണ്ടും ക്യാൻസൽ ചെയ്യാം. സോ ഇതെന്താവും 2 2. സോ mu 0 I by 2 pi s അല്ലെങ്കിൽ ഇൻറ്റു റൂട്ട് 2 mu 0 I. ഓക്കെ, ആ വാല്യൂ നമുക്ക് ഇനി നമ്മളൊന്നുകൂടെ മാറും, അപ്പം വീണ്ടും നമ്മൾ തിരുത്തും. സോ mu 0 I by 2 root 2 pi s എന്നെനിക്ക് വാല്യൂ കിട്ടി. എന്ത്? എ ബി എന്ന് പറയുന്ന സെഗ്മെൻറ്റ് കാരണം. ഇനി അടുത്ത സെഗ്മെൻറ്റ് എടുക്കുക, ബി സി. ബി സി നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ബി സി എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഈസ് എ ബൈ 2 ആൻഡ് ദിസ് ഈസ് എ ബൈ 2. സോ ദിസ് ആംഗിൾ ഇവിടെ തീറ്റ 1 ഇതാണ്. തീറ്റ 1 എന്ന് പറയുന്നത് 45 ഡിഗ്രി, തീറ്റ 2 എന്ന് പറയുന്നത് 45 ഡിഗ്രി. ഒന്ന് മൈനസ് ഒന്ന് പ്ലസ്. സോ അതിനനുസരിച്ച് അതും എന്ത് തന്നെയാവും? ഇതേ വാല്യൂ തന്നെ ആയിരിക്കും. നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, അതും സെയിം ആയിരിക്കും. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, അതും സെയിം ആയിരിക്കും. സോ ഫോർ ഓൾ ദിസ് ദ വാല്യൂ വിൽ ബി ദ സെയിം. അപ്പം ടോട്ടൽ ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ ഫീൽഡ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു ബി എ ബി എന്നെനിക്ക് എഴുതാം. ഈ 4 ഇൻറ്റു എന്നെഴുതാനുള്ള കാരണം എന്താ? 4 കൂടി എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് ഉള്ള റീസൺ ഈ 4 പേരും ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ സെയിം ആയതുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു കറണ്ട് തിരിഞ്ഞായിരുന്നു ഒഴുകുന്നതെന്ന് വിചാരിക്കാം. ഇതൊരു സർക്കുലർ ഇതിങ്ങനൊരു ലൂപ്പാണെങ്കിൽ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ഇതിനെ വേറൊരു രീതിയിൽ കണക്ട് ചെയ്തൊക്കെ കൊടുക്കാം. ഓക്കെ, അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ട്. കറങ്ങി തിരിഞ്ഞും ഫോർ എക്സാമ്പിൾ ഇങ്ങനെ കറണ്ട് കൊണ്ടോ ഇങ്ങനെ കറണ്ട് കൊണ്ടോ ഇങ്ങനെയൊക്കെ വരുന്ന ഫീൽഡ്, ഇങ്ങനെ വരുന്ന ലൈൻ സെഗ്മെൻറ്റുകളൊക്കെ ഉണ്ട്. നമ്മൾ പിന്നീട് ചെയ്യാം പ്രോബ്ലം. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഓരോന്നും കാരണമുള്ള ഫീൽഡ് തിരിഞ്ഞും മറിഞ്ഞും വരും. സോ ദ സം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരെണ്ണം ക്യാൻസൽ ചെയ്തൊക്കെ പോകും. ഓക്കെ, അപ്പം ഈ കേസിൽ എന്താണ്? അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് 4 ഇൻറ്റു ബി എ ബി എന്നെനിക്ക് എഴുതാൻ പറ്റിയത്. ദാറ്റ് ഈസ് 4 ഇൻറ്റു mu 0 I divided by 2 root 2 pi s എന്നെനിക്ക് കിട്ടി. സോ 2 and 2 got cancelled and this becomes root 2. Therefore the final answer is okay, the final answer is root 2. Okay, root 2 mu 0 I by pi s. Okay, so this is the final answer. Okay, so ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഒരു 4n2 ആണെങ്കിൽ കണ്ടുപിടിക്കാം. ഓക്കെ, അതായത് 4 സൈഡഡ് ആയിട്ടുള്ള ഒരു റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദാറ്റ് ഈസ് എ സ്ക്വയർ. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ കേസിലുള്ളതാണ് നമ്മൾ ചെയ്തത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു റെഗുലർ പെൻറ്റഗൺ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു റെഗുലർ ഹെക്സഗൺ മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്താൽ മതി, ഞാനിന്ന് ചെയ്യുന്നില്ല, നമ്മൾ ക്ലാസ് എൻഡ് ചെയ്യാണ്. റെഗുലർ ഹെക്സഗൺ ഉണ്ടെന്ന് വിചാരിക്കുക ഓഫ് സൈഡ് എ. ഓക്കെ, അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഉണ്ട്. ഈ സെൻറ്റർ പോയിൻറ്റിലെ ഫീൽഡ് എന്തായിരിക്കും? ഓക്കെ, കറണ്ട് ഒഴുകുന്നത് ഈ ഡയറക്ഷൻ. ഓക്കെ, വാട്ട് ഈസ് ദ ഫീൽഡ്? ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് ഇനി അത് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ഒന്നുകൂടി ചെയ്യുക. വാട്ട് ഇഫ് ഇറ്റ് ഈസ് ആൻ എൻ സൈഡഡ് പോളിഗൺ? ഓക്കെ, അങ്ങനെ ആക്ച്വലി ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് നോക്കുമ്പം ഈ ഡിസ്റ്റൻസ് അറിയണം. ഓക്കെ, അതായത് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് അറിയണം. ഇതൊരു ഹെക്സഗണിൻ്റെ കേസിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സൈഡ് എ ആണെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു എൻ സൈഡഡ് പോളിഗണിൻ്റെ കേസിൽ ഇതെങ്ങനെ വരും? ഓക്കെ, എൻ സൈഡഡ് റെഗുലർ പോളിഗൺ. ഓക്കെ, എന്ന് വെച്ചാൽ സൈഡെല്ലാം സെയിം ആയിട്ട് വരുന്ന, ആംഗിൾസ് എല്ലാം സെയിം ആയിട്ട് വരുന്ന ഒരു പോളിഗൺ ആണെങ്കിൽ ഇത് എങ്ങനെ വരും എന്നുള്ളതാണ്. അത് ആ രീതിയിലേക്ക് ഇതിനെ ഒന്ന് ജനറലൈസ് ചെയ്തുള്ള ഒരു എക്സ്പ്രഷൻ കൂടി ഉണ്ടാക്കി വയ്ക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ബാക്കി ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ബയോട്ട്-സവാർട്സ് ലോയുടെ ഒരു ആപ്ലിക്കേഷനേ ഉള്ളൂ. ഇനി നമുക്ക് വേറെയും ചെയ്യാനുണ്ട്. അത് വെച്ചിട്ടുള്ള കുറേ സബ് കേസസ് ആണ് ഈ പറഞ്ഞത്. ഓക്കെ.